നമസ്കാരം. നമസ്കാരം. കേരളത്തിൽ ഇപ്പോഴും ബി.ജെ.പി ചർച്ച ചെയ്യുന്നത് ഒന്നോ രണ്ടോ സീറ്റുകൾ വിജയിക്കുമെന്നാണ്. കേരളത്തിലാകട്ടെ അവർക്ക് കിട്ടിയത്ര അനുകൂല സാഹചര്യങ്ങൾ ഇതുവരെ ഒരു പാർട്ടിക്കും കിട്ടിയില്ല. മറ്റ് തീർച്ചയായിട്ടും. സ്റ്റേറ്റുകളിൽ നിന്ന് വ്യത്യസ്തമായി എതിർ പാർട്ടികളെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള തെളിവുകളടക്കമുള്ള കാര്യങ്ങൾ മുന്നിൽ വന്നിട്ടും പാർട്ടി പഴയ നിലയിൽ തന്നെ കിടക്കുകയാണ്. വളർന്നു എന്ന് പറയുന്നുണ്ടെങ്കിൽ സ്വന്തമായി ഒറ്റയ്ക്ക് ഒരു 10 സീറ്റ് പിടിക്കാനുള്ള ഒരു കപ്പാസിറ്റി ഇതുവരെ നേടിയില്ല. എന്തുകൊണ്ടാണ് അത് സംഭവിച്ചത്? എനിക്ക് തോന്നുന്നു പൊതുവെ കേരളത്തിൽ ഈ പറഞ്ഞതിനകത്ത് ഒരുപാട് വസ്തുതയുണ്ട് കേട്ടോ. കാരണം കേരളത്തിൻ്റെ രാഷ്ട്രീയ അല്ലെങ്കിൽ സാമൂഹ്യ അന്തരീക്ഷത്തിൽ ബി.ജെ.പി കുറേ കൂടി വളരേണ്ടതാണ്. അങ്ങനെ വളരാൻ സാധിച്ചിട്ടില്ല എന്നുള്ള വസ്തുത തന്നെയാണ്. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്ക് ഒരുപക്ഷേ 4-5 സീറ്റ് വരെ കിട്ടാൻ സാധ്യതയുണ്ട്. പക്ഷേ അതുപോലും കുറവാണ്. പക്ഷേ ബി.ജെ.പിക്ക് കിട്ടാവുന്ന വോട്ടിംഗ് ശതമാനം ഒരുപക്ഷേ 20 മേലെ വേണേൽ പോകാം. ഈ പ്രാവശ്യം പോകാവുന്നതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ വോട്ട് കിട്ടുകയാണെങ്കിലും കേരളത്തിൻ്റെ അന്തരീക്ഷത്തെ പൂർണ്ണമായിട്ട് വിനിയോഗിക്കുന്ന കാര്യത്തിൽ ഈ രാഷ്ട്രീയ മേഖല വിജയിച്ചു എന്നുള്ള അഭിപ്രായം എന്നെ സംബന്ധിച്ചുമില്ല. അതിനകത്ത് പരാജയമുണ്ട്. ഈ പരാജയം തന്നെയാണ് കേരളത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത അതാണ്. കാരണം കേരളത്തിന് ചില തനിമകളുണ്ട്. ഈ കേരള തനിമകളിൽ ഒന്നാണ് ബി.ജെ.പിയുടെ പരാജയം. ഇപ്പോൾ ബി.ജെ.പിക്ക് ഒരുപക്ഷെ മറ്റു സംസ്ഥാനങ്ങളിലായിരുന്നെങ്കിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ത്രിപുരയിൽ ബി.ജെ.പിക്ക് 1.5% വോട്ടുള്ള സമയത്ത് സെക്കൻഡ് ഇലക്ഷൻ ബി.ജെ.പിയോടെ ജയിക്കുകയാണ്. അതുപോലെ തന്നെ 10% ബംഗാൾ മുഖ്യപ്രതിപക്ഷമാവുകയാണ്. ഇത് കേരളത്തിന് സാധ്യമല്ല. കാരണം കേരളത്തിൻ്റെ സാമൂഹ്യ അന്തരീക്ഷം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ജാതിക്ക് പ്രാധാന്യം കൊടുക്കുന്ന സംസ്ഥാനം കേരളമാണ്. മതത്തിന് പ്രാധാന്യം കൊടുക്കുന്ന സംസ്ഥാനം കേരളമാണ്. ഈ ജാതി മതവും കേരളത്തിൽ നിശ്ചയിക്കുന്നുണ്ട് ഇതിനകത്ത്. ഇപ്പോൾ കേരളത്തിൽ നിന്ന് ആലോചിച്ച് നോക്ക്. കേരളത്തിലെ ജാതി പ്രസ്ഥാനങ്ങൾ NSS നയം സ്വീകരിക്കുന്നു, SNDPക്ക് നയം സ്വീകരിക്കാൻ സാധിക്കുന്നു. ഇവർക്ക് അനുഗുണമായി ഇപ്പോൾ താക്കോൽ സ്ഥാനത്ത് ആരെ വെക്കണം എന്നുള്ളൊരു NSSകാരൻ തീരുമാനിക്കുന്നു. ആ തരത്തിൽ കേരളം പോകുന്നുണ്ട് വല്ലാതെയുണ്ട്. ഇത് മറ്റ് സംസ്ഥാനങ്ങൾ അങ്ങനെയില്ല. ഉദാഹരണത്തിന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉത്തർപ്രദേശിൽ ഇപ്പോൾ നമ്മളൊരു കേസ് കൊടുത്തു എന്നിരിക്കട്ടെ, കോടതിയിൽ ഒരു പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്താൽ നിങ്ങളുടെ പേരെഴുതി കൊടുത്താൽ മതി, നന്ദകുമാർ പേരെഴുതി കൊടുത്താൽ മതി, ജാതി എഴുതേണ്ട ആവശ്യമില്ല. കേരളത്തിൽ അങ്ങനെയല്ല. കേരളത്തിലെ ജാതി ഏതാണെന്നുള്ളത് നമ്മൾ തിരക്കുന്നുണ്ട്. ഈ ജാതി വെച്ചിട്ടാണ് കേരളത്തിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. കേരളത്തിലെ എല്ലാത്തിലും ജാതി പറയുന്നുണ്ട്, എല്ലാത്തിലും മതം പറയുന്നുണ്ട്. ഇത് ഈ മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ വ്യത്യസ്തമായിട്ട് ജാതിക്കും മതത്തിനും സാമൂഹ്യ രാഷ്ട്രീയ രംഗങ്ങളിൽ ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള സംസ്ഥാനം അതിന്ന് കേരളമാണ്. ഒരു സമയത്ത് നമുക്ക് ബീഹാറായിരുന്നു, ഒരു സമയത്ത് ഉത്തർപ്രദേശായിരുന്നു, മധ്യപ്രദേശായിരുന്നു. അതുകൊണ്ട് മാത്രമാണോ കേരളത്തിൽ ബി.ജെ.പി വളരാത്തത്? തീർച്ചയായിട്ടും അതൊരു വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. ഒരു ഭരണകൂടം അഴിമതിയിൽ പുരണ്ട് നിൽക്കുമ്പോൾ, അല്ലെ കൊള്ളക്കാരായിരിക്കുമ്പോൾ, അവർ ഏത് ജാതിയായാലും ഏത് മതമായാലും അവർക്കെതിരെ ശക്തമായ ജനവികാരം ഉണ്ടാകുമ്പോൾ എല്ലാ ജാതിയിൽപ്പെട്ട എല്ലാ മതത്തിൽപ്പെട്ട ആളുകൾ ഒറ്റക്കെട്ടായി ആ ഭരണകൂടത്തെ അട്ടിമറിക്കാനും ഓട്ടിക്കാനും ശ്രമിക്കില്ലേ? കേരളത്തിൽ അത്തരൊരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. രണ്ട് സംഗതിയാണ്. കേരളത്തിൽ ഓൾട്ടർനേറ്റീവ് ഇല്ലാണ്ട് വന്നുകൊണ്ടിരിക്കട്ടെ. ഉദാഹരണത്തിന് ഇപ്പോഴത്തെ ഭരണം, ഈ ഭരണം മെച്ചമാണെന്ന് ആരും പറയില്ല. പിണറായി വിജയൻ്റെ ഭരണത്തെ സംബന്ധിച്ച് ഒരക്ഷരം പോലും നമുക്ക് നല്ലത് പറയാനില്ല, സംശയമൊന്നുമില്ല. അഴിമതിയിൽ മുങ്ങിക്കുളിക്കുന്ന ഭരണമാണ്, കെടുകാര്യസ്ഥതയുടെ ഭരണമാണ്. പക്ഷെ അങ്ങനെയൊക്കെയാണ് ഒരു മറുവശമുള്ളതെന്ന് കഴിഞ്ഞെങ്കിൽ ആരാണ് മറുവശത്ത് വരിക? കോൺഗ്രസ് വരുന്നിരിക്കട്ടെ, ലോകകണ്ടിലെ ഏറ്റവും വലിയ അഴിമതിക്കാരാണ് കോൺഗ്രസ്സുകാർ. അഴിമതി എന്ന് പറഞ്ഞാൽ ബി.ജെ.പിയുടെ കാര്യമാണ് പറഞ്ഞത്. അത് ഞാൻ പറയുന്നത് കേരളത്തിന്റെ ഇടതുപക്ഷം വലതുപക്ഷം, അതെ, ഈ എല്ലാ സ്റ്റേറ്റിലും പുതിയ പാർട്ടികൾ വന്നിട്ട് അതിനെയൊക്കെ മറികടന്നിട്ട് ബി.ജെ.പിക്ക് ഇന്ത്യയിലെ എല്ലാ മേഖലകളിലും കടന്നു കയറാൻ പറ്റിയിട്ടുണ്ട്. പക്ഷേ എല്ലാ തരത്തിലും സാഹചര്യം ഉണ്ടായുള്ള ഒരു സ്റ്റേറ്റാണ് കേരളം. കേരളത്തിൽ സാഹചര്യം ഉണ്ടാകുമ്പോഴും കേരളത്തിന്റെ സവിശേഷത, കേരളത്തിൽ ജാതിക്കും മതത്തിനും വലിയ സ്വാധീനമാണ്. ജാതിക്കും മതത്തിനും അപ്പുറത്തെയുള്ള ജനങ്ങളാണ് ഇവിടെ ഉള്ളത്. ഇല്ല, ഇപ്പൊ ഞാൻ ഉദാഹരണം പറഞ്ഞാൽ കേരളത്തിൽ മതം നോക്കാതെ കണ്ട്, ജാതി നോക്കാതെ കണ്ട് എവിടെയെങ്കിലും സ്ഥാനാർത്ഥി നിർത്താൻ പറ്റുമോ? ഞാൻ ചോദിക്കുന്ന അല്ല, എവിടെയെങ്കിലും ഒന്ന് പറയാമോ? ഇപ്പൊ ഞാൻ ചെറിയ ഉദാഹരണം പറഞ്ഞാല് ഗുരുവായൂർ 48% ഹിന്ദു ആണെന്ന് പറഞ്ഞു, 30% മുസ്ലിം ഉള്ളൂ. സ്ഥാനാർത്ഥി ആരാ? അല്ല, അവിടെ ജാതിക്കും മതത്തിന് അപ്പുറമുള്ള സ്ഥാനാർത്ഥികൾ വരുന്നു എന്ന് തന്നെയാണല്ലോ താങ്കൾ പറയുന്നത്. 30% ആളുകളെ പ്രതിനിധീകരിച്ച് സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുന്നു. അല്ല, 30% ജാതിക്കും മതത്തിന് അപ്പുറത്തേക്കാണ് എന്നാണ് പറഞ്ഞു വരുന്നത്. ഞാൻ അപ്പുറത്തേക്കെന്നല്ല ഞാൻ പറയുന്നത്. സംഘടിതമായിട്ടുള്ള മതവിഭാഗത്തിന് വലിയ പ്രാധാന്യം കിട്ടുന്ന, സംഘടിതമായിരിക്കുന്ന ജാതിക്ക് വലിയ പ്രാധാന്യം കിട്ടുന്ന സംസ്ഥാനമാണ് കേരളം. ഈ കേരളത്തിൽ കഴിഞ്ഞ 1957 മുതൽ ഉണ്ടായുള്ള മന്ത്രിസഭകളെല്ലാം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ജാതിക്കും മതത്തിനും അപ്പുറത്ത്
രാഷ്ട്രീയ സാഹചര്യം കൊണ്ട് ആണ് പല മന്ത്രിസഭകളും പുതിയ വന്നിട്ടുള്ളത്. 1957 മന്ത്രിസഭ എന്ന് പറഞ്ഞാൽ അന്നത്തെ വ്യവസ്ഥിതിക്കെതിരെയുള്ളൊരു മാറ്റമായിട്ട് കാണാൻ പറ്റും. തുടർന്നിട്ട് അഴിമതിക്കെതിരെയുള്ള പോരാട്ടങ്ങളായിട്ടാണ് പലപ്പോഴും അതിലുണ്ടാവുന്ന ഭയങ്കര അഴിമതികൾ വരുന്നു, അതേപോലെ സ്വജനപക്ഷാതം വരുന്നു, അത്ര ജനങ്ങളെ കൊള്ളയടിക്കുന്നു. അതിനെതിരെയുള്ളൊരു ഇലക്ഷനിലാണ് അടുത്ത തവണ മാറ്റം വരുന്നത്. ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും അധികം ചർച്ചാ വിഷയമായിട്ടുള്ള ഒരു കാര്യമാണ് മുഖ്യമന്ത്രി തന്നെ നയതന്ത്ര സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തി എന്ന് പറയുന്ന കൃത്യമായ ആരോപണം കൊണ്ടുവന്നത് BJP ആണ്. നമ്മുടെ പ്രധാനമന്ത്രിയും അതേപോലെ അമിത്ഷായി അടക്കമുള്ള ആളുകൾ അതിനെ സ്ഥിരീകരിച്ചുകൂടെ പ്രസ്ഥാനം ഇറക്കുകയും ചെയ്തു. ഈ കാര്യത്തിൽ കൃത്യമായ നടപടി ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ CPM-ന്റെ ഉള്ളിൽ വലിയ പൊട്ടിത്തെറി ഉണ്ടാകുമായിരുന്നു. ഒന്നും സംഭവിക്കില്ല. കാരണം കേരളത്തില് അഴിമതി ജീവിതത്തിന്റെ ഭാഗമായിട്ട് പലരും എടുത്തിരിക്കുന്നു. ജാതിയും മതവും ജീവിതത്തിന്റെ ഭാഗമായിട്ട് എടുക്കുന്നു. ചെറിയ ഉദാഹരണം പറഞ്ഞാല് കേരളത്തിൽ നമ്മളിപ്പോ ഏതൊക്കെ മന്ത്രിമാർ കേരളത്തിൽ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട് അഴിമതി നടത്തിയിട്ട്? ബാലകൃഷ്ണപിള്ള അല്ലാണ്ട് ഒരാളുടെ പേരെന്ന് പറയൂ. അല്ല, അത് തന്നെയാണ് കേരളത്തിൽ ഞാൻ ചോദിക്കുന്നത്. അതെ, കേരളത്തിൽ ലാവ്ലിൻ കേസ് പുറത്തു കൊണ്ടുവന്ന ഒരാളാണ്. അതെ, ഈ ലാവ്ലിൻ കേസിലെ എല്ലാ കാര്യങ്ങളും വ്യക്തമായി അറിയുന്ന ഒരാളാണ് ഞാൻ. പിണറായി വിജയൻ 100% അഴിമതി നടത്തിയുള്ള രേഖകളാണ് ആ കേസിലുള്ളത്. ആ കേസിൽ സുപ്രീം കോടതിയിൽ വന്നിട്ട് ഇപ്പോൾ 8.5 വർഷം കഴിഞ്ഞു. അവിടുത്തെ ഞാൻ അതിൻ്റെ അകത്ത് കക്ഷിയാണ്. അതിൽ കേന്ദ്ര കുറ്റാന്വേഷണ ഏജൻസി CBIയുടെ പ്രോസിക്യൂട്ടർ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത വന്ന് പറയുന്നത് അവർക്ക് ഇപ്പോൾ സമയമില്ല എന്ന് ഓരോ തവണയും മാറ്റി. ഞാൻ ബാക്കി എത്രയോ കേസുകൾ സുപ്രീം കോടതിന് മുമ്പിൽ വന്നു. ഒരു കേസിൽ പോലും സുപ്രീം കോടതി അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ലല്ലോ. എന്തിനാണ് കേസ് മാറ്റിവെക്കുന്നത്? ഈ കാര്യത്തിൽ സുപ്രീം കോടതിയിൽ ആർക്കെങ്കിലും ഇക്കാര്യത്തിൽ താല്പര്യമുണ്ടോ? നമ്മളെ എങ്ങനെ ഇല്ലാന്ന് എങ്ങനെ പറയാ? സുപ്രീം കോടതിയിൽ വാദിച്ച് കൃത്യമായി പറയേണ്ടത് എന്ന് പറഞ്ഞാൽ CBIയുടെ പ്രോസിക്യൂട്ടറാണ്. പ്രോസിക്യൂട്ടർ അവിടെ വന്ന് ആവശ്യപ്പെടുന്നത്, കേന്ദ്ര ഗവൺമെന്റിന് ആവശ്യമായി പറയുന്നത് ഈ കേസ് മാറ്റിവെക്കണം എന്നാണ്. സുപ്രീം കോടതി പ്രധാനമായിട്ട് എപ്പോഴും തുഷാർ മേത്ത പറയുന്നത് തന്നെയാണോ കേൾക്കുക? അങ്ങനെ തോന്നുന്നുണ്ടോ? അല്ല, അത് ശരിയാ. അങ്ങനെ തോന്നുന്നുണ്ടോ? അങ്ങനെയില്ലല്ലോ. അങ്ങനെയല്ല. എന്റെ അഡ്വക്കേറ്റ് കയറി പറയുമ്പോഴും ഇവര് കയറി പറയുന്നത് അത് മാറ്റിവെക്കണം എന്നുള്ളതാണ്. ഇപ്പൊ 8.5 വർഷത്തോളം കേസ് മാറ്റിവെച്ചു എന്നുള്ളത് വസ്തുത തന്നെയാണ്. ഈ കാര്യത്തിൽ സാധാരണ നിലയ്ക്ക് നമുക്ക് വളരെ ഏറ്റവും ശുദ്ധമനസ്കരായിട്ട് കോടതി അടക്കമുള്ളവരെ കാണാൻ വേണ്ടി സാധിക്കുമോ? അല്ല, എന്റെ സംശയം എവിടെയാണ്? കോടതിയിൽ ഇത്തരത്തിലുള്ള അഴിമതി കേസുകൾ എത്രയും വേഗം തീർപ്പാക്കണമെന്ന് സുപ്രീം കോടതി ജസ്റ്റിസ് വിധി ബാലകൃഷ്ണപിള്ള കേസിൽ അടക്കമുള്ളതുണ്ട്. ബാലകൃഷ്ണപിള്ള കേസിൽ മാത്രമാണ് ഉണ്ടായെന്നുള്ളതാണ് എന്റെ പ്രശ്നം. അല്ല, കേരളത്തിൽ ഒന്ന് അങ്ങെടുത്ത് നോക്കിയാൽ അറിയാവുന്നത്. ഈ ഇത്തരത്തിൽ പിണറായി വിജയനെ എന്തിനാണ് കേന്ദ്ര ഗവൺമെന്റ് സംരക്ഷിക്കുന്നത്? ഞാൻ എന്റെ വിഷയം ശരിക്കും അതായത് ഇതിനകത്ത് പിണറായി വിജയനെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ തുഷാർ മേത്ത മാത്രമായിരിക്കില്ല, കോടതിക്കടക്കമുള്ള ആളുകളുടെ പെരുമാറ്റത്തിൽ എന്നെ സംബന്ധിച്ച് സംശയമുണ്ട്. അല്ല, കേരളത്തിലെ രാഷ്ട്രീയ പെരുമാറ്റത്തിൽ കോടതിന്റെ ഇടയിലേക്ക്, കോടതി കാര്യങ്ങളിലേക്ക് നമുക്ക് കോടതി ലക്ഷ്യം എന്നായതുകൊണ്ട് നമ്മൾ അതിലേക്ക് കടക്കുന്നില്ല. പക്ഷേ കേന്ദ്ര ഗവൺമെന്റ് കുറ്റാന്വേഷണ ഏജൻസിയായ CBIയുടെ പ്രോസിക്യൂട്ടർ തുഷാർ മേത്ത എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇത് മാറ്റിവെക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നത്? ഞാൻ തുഷാർ മേത്തയുടെ കേസ് പറഞ്ഞു. എന്തുകൊണ്ടാണ് കേരളത്തിൽ നിന്ന് പോകുന്ന വക്കീലന്മാർക്ക് കൃത്യമായിട്ട് വിഷയങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് ഇത്തരത്തിൽ 8 വർഷമായ എന്നൊരു വിഷയം എന്തുകൊണ്ട് കോടതിയുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ സാധിക്കില്ല? ഇത് പ്രധാന എതിർ പാർട്ടി, ഒന്നാം പാർട്ടി എന്ന് പറയുന്നത് ഇതിൽ കേരളത്തിൽ സംഭവിക്കുന്നത് മാത്രമല്ല. കേരളത്തിൽ ഞാൻ വേറെന്ന് പറഞ്ഞാല് ഇപ്പൊ നമ്മൾ R ബാലകൃഷ്ണപിള്ള ശിക്ഷിച്ചു, എഗ്രീഡ്. കേരളത്തിൽ അഴിമതി നടത്തിയിരിക്കുന്ന വേറെ K മണി അഴിമതി നടത്തിയിട്ടുണ്ട്, K ബാബു അഴിമതി നടത്തിയിട്ടുണ്ട്, അതേപോലെ തന്നെ മറ്റുള്ള നേതാക്കന്മാരുണ്ട്. നമ്മൾ അതിലേക്ക് കടക്കാം. അല്ല, ഈ പറയുന്ന അതിലേക്ക് കടക്കാം. ഞാൻ പറയുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രി അഴിമതി നടത്തിയതിന്റെ സുപ്രധാനമായ കേസ് ഉണ്ടായിട്ടുണ്ട്. എത്രയും വേഗം തീർപ്പാക്കാൻ വേണ്ടി CBIന്റെ ഭാഗത്തുനിന്ന് പോലും അലംഭാവം കാണിച്ച് നീട്ടിക്കൊണ്ടിരിക്കുകയാണ്. സമസ്ത മേഖലകളിൽ അലംഭാവമുണ്ട്. അല്ല, ആയിരിക്കാം. സത്യമാണ്. ഇത് കേരളത്തിൽ ഭരിക്കാനുള്ള, കേരളത്തിൽ അധികാരം നേടാനുള്ള ഏറ്റവും വലിയ വഴിയാണ് മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ പ്രതിസ്ഥാനത്ത് വരുന്ന കേസുകളിൽ തീരുമാനമുണ്ടാക്കുക എന്നുള്ളത്. കേരളത്തിൽ വേറെ വ്യത്യാസം പറഞ്ഞാൽ, ഞാൻ തെരഞ്ഞെടുപ്പ് രംഗത്ത് ആയിട്ട് പറയുകയല്ല, കേരളത്തിൽ ഒരു നേതാവിന്റെ അഴിമതി ഒരിക്കലും തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്താൻ ഘടകമേ അല്ല. അത് പോട്ടെ. അല്ല, അതിന് കാരണം നിങ്ങൾ ഏറ്റവും നല്ല എക്സാമ്പിള്, എന്തുകൊണ്ടാണ് അഴിമതിക്കാരായിരിക്കുന്ന കേരളത്തിലെ മന്ത്രിമാർക്ക് അഴിമതി ഇല്ലാത്തതുകൊണ്ടാണോ? കേരളത്തിലെ മന്ത്രിമാര് ജാതി സ്പിരിറ്റിലുള്ള പലതും ഉണ്ടായിരിക്കാം. നമ്മുടെ മുന്നിൽ തെളിവ് സഹിതം വരുന്ന കേസുകളാണ്. നമ്മുടെ മുമ്പിൽ ഇതെല്ലാം തെളിവുണ്ട്. ഇപ്പൊ പാമോയിൽ കേസ് നമ്മുടെ മുമ്പിൽ വലിയ തെളിവായിരുന്നു. അല്ല, ഇതെന്ന് പറയുന്നത് സ്വർണ്ണക്കള്ളക്കടത്തിലാണെങ്കിൽ കൃത്യമായി സ്വപ്ന സുരേഷ് കൃത്യമായിട്ട് 164 സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുള്ള എന്താണ്, പിണറായി വിജയനും മകൾക്കും വേണ്ടിയിട്ടാണ് ഈ നയതന്ത്ര ബാഗേജ് സ്വർണ്ണക്കള്ളക്കടത്ത് നടന്നത്. ബിരിയാണി ചെമ്പിലൂടെ ഇവിടെ വന്നിരിക്കുന്ന സ്വർണ്ണമാണ്
എന്ന് പറഞ്ഞിട്ട് അതിനോട് ബന്ധപ്പെട്ട് പിണറായി വിജയൻ ഇന്നേ വരെ അദ്ദേഹത്തെ വിളിച്ചു ഞാൻ വരുത്തി പറഞ്ഞിപ്പോ ഒരു ചോദ്യം ചെയ്യാൻ പോലും സരിതയുടെ കേസിൽ നേരത്തെ ഇതിന്റെ സൗരോർജത്തിന്റെ കേസിൽ അവർ ഒരുപാട് നമ്മൾ ചർച്ച നടത്തിയതാണല്ലോ. എവിടെ എത്തിയത്? സൗരോജം മാതിരിയല്ല, അത് കള്ളക്കേസാണെന്ന് അല്ല, നമുക്ക് അതിലുണ്ടായിരുന്നു. അല്ല, ഇപ്പൊ അതിൽ കള്ളക്കേസാണെന്ന് നമുക്ക് വ്യക്തമായിട്ട് കള്ളക്കേസ് അതിലല്ല, കള്ളക്കേസ് ഉണ്ടായത് ഉമ്മൻചാണ്ടിയുടെ അതെ, പ്രശ്നത്തിലാണ്. ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടിയുടെ വിഷയത്തിൽ ഉന്നയിക്കുന്ന സ്ത്രീ ആരോപണ വിഷയം തെറ്റാണെന്നുള്ളവരെ കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പറഞ്ഞു. അംഗീകരിച്ചതാണ്. ആർക്കും പക്ഷേ ഇവിടെ സംശയം അങ്ങനെയല്ല. ഇവിടെ കേരളത്തിലെ BJP തന്നെ പുറത്തു കൊണ്ടുവന്ന ഒരു വളരെ കൃത്യമായിട്ടുള്ള കേസാണ്. ഇതിൽ കൃത്യമായി തെളിവുകളുണ്ടെന്ന് കസ്റ്റംസ് കൃത്യമായി ഹൈക്കോടതിയിൽ റിപ്പോർട്ട് കൊടുത്തിരിക്കുകയാണ്. പിണറായി വിജയൻ, അതെ, കടകംപള്ളി സുരേന്ദ്രൻ, അങ്ങനെ തുടങ്ങിയ ഒത്തിരി ആളുകളുടെ പേര് എണ്ണിയിട്ടാണ് കോടതിയിൽ കൊടുത്തിരിക്കുന്നത്. സമാനമായിട്ടുള്ള സംബന്ധം നമ്മൾ ബാർക്കോഴ കേസിലുണ്ടായില്ലേ? അല്ല, ബാർക്കോഴ കേസിൽ ഉണ്ടായല്ലോ. ഞാൻ പറഞ്ഞ ബാർക്കോഴ കേസ് കൊണ്ടാണല്ലോ ഒരു പരിധിവരെ 2016 ഇലക്ഷനിൽ UDF പരാജയപ്പെടാൻ കാരണം. പല കാരണങ്ങളൊന്ന്. അതേ ബാർക്കോഴ കേസിലെ മുഖ്യപ്രതിയായിരിക്കുന്ന കെ ബാബു 2021 അതേ മണ്ഡലത്തിൽ നിന്ന് ജയിക്കുകയാണ്. 2016 തോറ്റോ? 21 ജയിച്ചല്ലോ. അല്ല, 21 ജയിച്ച സെക്കൻഡറിയാണ്. അതെ, ഈ ഒരു കാലഘട്ടത്തിൽ ഒരു സംഭവത്തെ കൃത്യമായി ഉപയോഗിച്ചുകൊണ്ടാണല്ലോ തോറ്റത്. അല്ല, കേരളത്തെ സംബന്ധിച്ച് ഒരു ബാബു അല്ലെങ്കിൽ എപ്പോഴെങ്കിലും അവിടെ തോൽക്കാൻ സാധ്യതയുണ്ടോ? അതിനൊരു കാരണം കൂടിയുണ്ട്. മാറി മാറി വരുന്ന ഇലക്ഷനുകളാണ് കേരളത്തിൽ പലപ്പോഴും ഭരണപ്രതിപക്ഷങ്ങളെ ആയിരിക്കാം. അതിന്റെ അപ്പുറത്ത് അഴിമതിക്കാരാണെന്നുള്ള സംശയമൊന്നുമില്ല. ബാർക്കോഴ വിവാദത്തിൽ ബാബുവിനെതിരെയുള്ള ആരോപണം വന്നതുകൊണ്ടാണല്ലോ അദ്ദേഹത്തിന് പരാജയം ഉണ്ടായി. അദ്ദേഹത്തിന് കോടതിയിൽ നിന്ന് നടപടി എടുത്തത്. നമ്മൾ അത്തരം കാര്യങ്ങൾ വിടാം. എന്താ നടപടി എടുത്തത്? അല്ല, അത് ആ സമയത്ത് ഈ ആരോപണമാണല്ലോ ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അതിൽ ആരെങ്കിലും കേസ് കൊടുക്കുക, മറ്റുള്ള കാര്യങ്ങളിലേക്ക് സെക്കൻഡറി നിൽക്കാം. നിരവധി ആളുകൾ കേസ് കൊടുത്തല്ലോ. ഇവിടെ അതേപോലെ ഉമ്മൻചാണ്ടിക്കെതിരെ ആരോപണങ്ങൾ വന്നതുകൊണ്ടാണല്ലോ, ജാതിയുടെ പ്രശ്നത്തിൽ കൊണ്ടൊന്നും അല്ലല്ലോ അദ്ദേഹത്തെ 2016 തോൽപ്പിക്കാനിടയായത്. ഈ കേരളത്തിലെ കേസുകളുടെ സവിശേഷത ഏത് കോടതിയിൽ പോയാലും കേരളത്തിൽ ശിക്ഷിക്കപ്പെടുന്നില്ല. അഭയ കേസ് ഉണ്ടായിരുന്നു, അങ്ങേക്കറിയാവുന്നതാണല്ലോ. അഭയ കേസിന് എല്ലാ തെളിവുകളും ഉണ്ടായിരുന്നു എന്നാണല്ലോ പറയാ. അവസാനം എന്തായി? അല്ല, ശിക്ഷിക്കപ്പെടുന്നതിന് കാരണം വ്യക്തമായിട്ട് അട്ടിമറികൾ നടക്കുന്നുണ്ടാണെന്ന് കേരളത്തില്. ഈ കേസിൽ, സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ പിണറായി വിജയനാണെന്ന് വ്യക്തമായിട്ട് 164 സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിട്ട് പോലും, അതിൽ ശിവശങ്കറിനെയും സ്വപ്നയെയും അറസ്റ്റ് ചെയ്തിട്ട് പോലും ഇന്നേ വരെ പിണറായി വിജയനെ ഒന്ന് വിളിച്ചു വരുത്തി ചോദ്യം പോലും ചെയ്തു. പിണറായി വിജയനെ ചോദ്യം ചെയ്യുന്നില്ല. അതിൽ ചോദ്യം ചെയ്യേണ്ടവരെ പലരെയും ചോദ്യം ചെയ്യുന്നില്ല എന്നുള്ള വസ്തുതയാണ്. ശിക്ഷിക്കപ്പെടാൻ ന്യായമാണ്. ഗവൺമെന്റിന്റെ അല്ല, കേന്ദ്ര ഗവൺമെന്റ് മാത്രമല്ല, കേരള ഗവൺമെന്റ് കേരളത്തിലെ ജനങ്ങളുടെയും കെടുകാര്യസ്ഥതയുടെ വലിയ ദൃഷ്ടാന്തമാണെന്ന് എനിക്ക് പറയാനുള്ളത്. ലൈഫ് മിഷൻ എന്ന് പറയുന്ന ഒരു തട്ടിപ്പ്. അതെ, അതിന്റെ വടക്കാഞ്ചേരി ഫ്ലഡിൽപ്പെട്ട ആളുകൾക്ക് ഫ്ലാറ്റ് ഉണ്ടാക്കാൻ വേണ്ടി റെഡ് ക്രസന്റ് എന്ന് പറയുന്ന സന്നദ്ധ സംഘടന 19 കോടി രൂപയാണ് കൊടുത്തത്. അത് FCRA പ്രകാരം ലൈഫ് മിഷനിലേക്ക് മാത്രമേ ആ പണം വരാവൂ, ഒരു പ്രത്യേക അക്കൗണ്ടിലേക്ക്. എന്നാൽ അത് വകമാറ്റി യൂണിടെക് എന്ന് പറയുന്ന സ്ഥാപനത്തിലേക്ക് കൊടുക്കാൻ ഉത്തരവ് നൽകിയത് അതിന്റെ ചെയർമാനാണ്. ചെയർമാൻ ആരാണ്? പിണറായി വിജയനാണ്. പിണറായി വിജയനെ ഇന്ന് വരെ അതിന്റെ കാര്യത്തിൽ ഞാൻ ചെറിയ എക്സാമ്പിൾ പറയട്ടെ. ഈ പറയുന്ന ആരോപണം ഉന്നയിച്ച ആൾ അനിൽ അക്കരയാണ്. പിന്നത്തെ ഇലക്ഷൻ എന്തായിരുന്നു അവസ്ഥ? അനിൽ അക്കര 8 നില കൂട്ടി. കാരണം ജനങ്ങളെ സംബന്ധിച്ച് പിറ്റേത്തെ ഇലക്ഷൻ വിടുക, തോറ്റു. അല്ല, പിറ്റേത്തെ ഇലക്ഷൻ വിടുക. ഇത് വളരെ സോളിഡ് ആയിട്ടുള്ള എവിഡൻസ് ആണ്. പിണറായി വിജയൻ കേരളത്തിൽ സോളിഡ് എവിഡൻസ് ഇല്ല. അതിന്റെ പ്രശ്നം കേന്ദ്ര കുറ്റാന്വേഷണ അല്ല, കേരളത്തെ സംബന്ധിച്ച് ഏത് എവിഡൻസ് വന്നാലും മാറ്റിമറിക്കത്തക്ക രീതിയിൽ വളരെ പ്രബലരാണ് കേരളത്തിലെ ഉദ്യോഗസ്ഥന്മാർ. കേന്ദ്ര കുറ്റാന്വേഷണ ഏജൻസിയാണ് അന്വേഷിക്കുന്നത്. ഇത് കേന്ദ്രത്തിന്റെ മാത്രം പണിയാണെന്ന് പറഞ്ഞാൽ കേന്ദ്രത്തിന്റെ മാത്രം പണിയാണ്. അല്ല, ഞാൻ പറഞ്ഞു കേരളത്തിലെ ജനങ്ങൾക്ക് ഇക്കാര്യത്തിലുള്ള താല്പര്യമാണ് ഘടകം. ജനങ്ങളെ താല്പര്യം കൊണ്ട് കേരളത്തിലെ ജനങ്ങൾക്ക് താല്പര്യമില്ല. ഞാൻ ചെറിയ ഉദാഹരണം പറഞ്ഞു. ഇപ്പൊ വയനാട്ടിലെ ദുരന്തം ഉണ്ടായി. വയനാട്ടിലെ ദുരന്തത്തിനകത്ത് അല്ല, ഞാൻ അതിന്റെ തുടർച്ചയായിട്ട് പറയട്ടെ. ഭൂമി അനുവദിച്ചു, സർക്കാർ കെട്ടിടങ്ങൾ പണിതു, പ്രതിപക്ഷം പണപ്പിരിവ് നടത്തിയില്ലേ? ആ പണപ്പിരിവ് നടത്തിന്റെ സ്ഥലം വാങ്ങിച്ചോ? അവിടെ കെട്ടിടം ഉണ്ടായില്ലല്ലോ. ഒരു കുറ്റം ഉണ്ടെന്ന് FCRA ലംഘനമാണെന്നും FCRA ലംഘനം നടത്തി യൂണിടെക് എന്ന് പറയുന്ന സ്ഥാപനത്തിലേക്ക് പണം വരുത്തി എന്നുള്ളത് പിണറായി വിജയനാണ്. ആ സംഭവത്തിൽ നമ്മൾ അതിലേക്ക് കടക്കാം. അതിൽ പിണറായി വിജയനെ ചോദ്യം ചെയ്ത മറ്റു 2 പേരെ അറസ്റ്റ് ചെയ്തു, ജയിലിൽ അടച്ചു, മാസങ്ങളോളം അവർ ജയിലിൽ കടന്നു. പക്ഷെ യഥാർത്ഥ കുറ്റവാളിയായ കൃത്യമായ രേഖകളുള്ള പിണറായി വിജയനെ ഇന്നേ വരെ ചോദ്യം ചെയ്തു. കേരളത്തെ സംബന്ധിച്ച് നിങ്ങൾ ഇപ്പോൾ നോക്കിയാല് അന്യ സംസ്ഥാനങ്ങളിലെ എല്ലാ സ്ഥലത്തെയും മുഖ്യമന്ത്രിമാരെ തമിഴ്നാട്ടിലെ ജയലളിതയും കെ കരുണാനിധിയെ അറസ്റ്റ് ചെയ്യാൻ പറ്റും. അവിടെ ലലു പ്രസാദിനെ അറസ്റ്റ് ചെയ്യാൻ പറ്റും. ബംഗാളിൽ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. UP യിലും രാജസ്ഥാനിലും എല്ലാ സ്ഥലത്തും അറസ്റ്റ് ചെയ്യാൻ പറ്റും. കേരളത്തിൽ പറ്റുമോ?
എന്താ പറ്റാത്ത? കേരളത്തിൽ ഇന്നേ വരെ കേരളത്തിലെ ചരിത്രത്തില് ഒരൊറ്റ മുഖ്യമന്ത്രിയെ പോലും ഇത്തരത്തിൽ കുറ്റം ചാർജ് ചെയ്തവൻ ആരാണെങ്കിലും ഇന്ത്യൻ കേരളത്തിൽ നിയമപ്രകാരം കുറ്റം ചെയ്തത് 57 EMS തുടങ്ങി കുറ്റം അല്ല, ചെയ്തവരാണ്. ആയിരിക്കും. ഇത് അതുമായി ബന്ധപ്പെട്ടതല്ല. ഇത് സ്വർണ്ണക്കളകടത്ത്, ഡോളർ കടത്ത്, ഇനി അടുത്തത് നമ്മുടെ ഇതിപ്പോ കരിമണൽ. നമുക്ക് താല്പര്യമുണ്ടത് എന്റെ ശരിയാണ്. താല്പര്യമല്ല, ആ. എന്റെ മുന്നിൽ വന്ന തെളിവുകളുള്ള കേസ്, ഷോൺ ജോർജ് കൊടുത്ത കേസ്, ഉം. നമ്മുടെ ഈ കരിമണൽ കർത്തയുമായിട്ടുള്ള കേസിൽ ആദായ നികുതി സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവിൽ പറയുന്ന കാര്യം എന്താ? 1.76 കോടി രൂപ കൃത്യമായി മകളുടെ അക്കൗണ്ടിലേക്ക് യാതൊരു സേവനവും ചെയ്യാതെ പിണറായി വിജയന്റെ സ്വാധീന പ്രകാരം കൊടുത്തു. അതായത് അതിനകത്ത് കൃത്യമായി കാണിക്കുന്നത് അഴിമതി നടത്തിയെന്നാണ്. കൂടാതെ ക്രോർസ് ഓഫ് റുപ്പീസ് മുഖ്യമന്ത്രിക്ക് അടക്കം കൊടുത്തു എന്ന് വ്യക്തമായി രേഖകളുണ്ട്. അപ്പൊ ഈ സംഭവത്തിൽ ഏതെങ്കിലും തരത്തിലൊരു അന്വേഷണം ഞാൻ വേറൊന്ന് പറയട്ടെ. ഇപ്പൊ CMRL കർത്താവിൽ നിന്ന് പണം വാങ്ങിക്കാത്ത കോൺഗ്രസ്സുകാരുണ്ടോ? എത്രയോ പേര് അവരുടെ പേരുണ്ട്. പലരുണ്ടായിരിക്കാം. ഉണ്ട്. ഇന്ന് മാത്രമല്ല, ഞാൻ പറഞ്ഞു ഞാൻ കരിമണൽ എന്റെ കേസിലടക്കം ഇതിന്റെ താല്പര്യങ്ങൾ എന്താണെന്നുള്ള വലിയ പ്രശ്നമാണ്. ഞാൻ പല ആൾക്കാരും കുറ്റം ചെയ്തിട്ടുണ്ടായിരിക്കാം. ഭരണത്തിലിരിക്കുന്ന ആളെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ഈ 10 വർഷം ഭരണത്തിലിരുന്നവരാണോ മറ്റവര്? അല്ല, ഇപ്പോൾ ഈ 2016 മുതൽ 2026 വരെയുള്ള പിണറായി വിജയൻ ആണല്ലോ. ഈ സന്ദർഭത്തിൽ കേരളത്തിൽ കേന്ദ്ര കുറ്റാന്വേഷണ ഏജൻസികൾക്ക് മുന്നിൽ വന്ന തെളിവുകളുള്ള, ശക്തമായ തെളിവുകളുള്ള സംഭവങ്ങൾ മുന്നിലുണ്ടായിട്ടും പിണറായി വിജയനെയോ മകളെയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട മറ്റു രാഷ്ട്രീയ നേതാക്കളെയോ അതിനകത്ത് പറയുന്നുണ്ട്. ശ്രീരാമകൃഷ്ണൻ അടക്കമുള്ള ഒത്തിരി ആളുകളെ പറ്റി പേര് ഹൈക്കോടതിയിൽ കസ്റ്റംസ് കൊടുത്ത റിപ്പോർട്ടിലുണ്ട്. ഈ സംഭവത്തിൽ ഒന്നും തന്നെ ഒരു അക്ഷരം പോലും, ഒന്ന് അനങ്ങാൻ പോലും കേന്ദ്ര കുറ്റാന്വേഷണ ഏജൻസികൾ ഞാൻ അതിന്റെ ചെറിയൊരു എക്സാമ്പിൾ കേരളത്തിൽ പറഞ്ഞാലേ, കേരളം ഭരിക്കാൻ BJP സെൻട്രൽ ഭരിക്കാൻ തുടങ്ങി 10 വർഷമേ ഉള്ളൂ. അതിനുമുമ്പ് ആരാ ഭരിച്ചിരുന്നത്? കോൺഗ്രസ് ആണ്, അല്ലെങ്കിൽ അവരുമായിട്ട് ബന്ധപ്പെട്ട പ്രസ്ഥാനങ്ങളാണ്. ആ കാലത്ത് അഴിമതി നടന്നിട്ടില്ല? ഇവിടെ അഴിമതി നടന്നിട്ടുണ്ട്. അഴിമതിയെ കുറിച്ച് ഇപ്പൊ K. കരുണാകരന്റെ പാമോയിലിന് അഴിമതിയുണ്ട്. അന്വേഷണം നടത്തിയത് ആരാ? അന്വേഷണം നടത്തിയത് അത് CBIയുടെ കയ്യിലെത്തിയതാണ്. അവസാനം എന്തായി? ഈ പറയുന്ന കേസുകളിൽ കേരളത്തിലെ മുഖ്യമന്ത്രിമാരെ ആരെയും പിടിക്കാൻ പറ്റാത്ത രീതിയിൽ കേരളത്തിലെ ഉദ്യോഗസ്ഥന്മാര് കേരളത്തിലെ കേസുകളെല്ലാം കൃത്യമായിട്ട് അവർ മാനിപ്പുലേറ്റ് ചെയ്യുന്നു. എന്നാൽ CBI അന്വേഷണം നടത്തിയ ലാവ്ലിൻ കേസിൽ ഞാനാണുള്ള പെറ്റീഷണർ ഉണ്ടായിരുന്നത്. ഞാനാണ് ഫൈറ്റ് ചെയ്തത്. എന്നെ കൊല്ലുന്നു പറഞ്ഞതാണ്. അതിനൊക്കെ ചെയ്തിട്ടാണ് ഞാൻ ഫൈറ്റ് ചെയ്തത്. അതിന്റെ വ്യക്തമായ തെളിവുകളടക്കം കുറ്റപത്രം സമർപ്പിക്കുകയും അദ്ദേഹത്തെ പിന്നീട് BJP ഗവൺമെന്റ് വന്ന ശേഷം പ്രോസിക്യൂട്ടർമാരെ മാറ്റുകയും കേസ് അട്ടിമറിക്കാനുള്ള എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്തു. എന്തായി? അവസാനം അദ്ദേഹത്തിന് സുപ്രീം കോടതി പോയിട്ട് 10 വർഷമായിട്ട് അനങ്ങാതെ കിടക്കുകയാണ്. അല്ല, കേരളത്തെ സംബന്ധിച്ച് കേരളത്തിൽ ഒരു കാരണവശാലും പിണറായി വിജയനോ ഇന്ന് ഉമ്മൻചാണ്ടിക്കോ അല്ലെങ്കിൽ K. കരുണാകരനോ EMSനോ അച്യുതമേനോനെതിരായിട്ട് ഒരു അന്വേഷണം കേരളത്തിൽ വരില്ല എന്നുള്ള വസ്തുതയാണ്. അല്ല, എന്തുകൊണ്ട് BJP ഭരിക്കുന്ന കേന്ദ്രത്തിലെ സകല സ്റ്റേറ്റിലെയും മുഖ്യമന്ത്രിമാരടക്കം തൂക്കിയെടുത്ത് ജയിലിലിടുന്ന ഗവൺമെന്റ് ഇത് കേരളമാണ്. നമ്പർ 1 കേരളമാണ്. കേരളത്തിന് കൊമ്പുണ്ടോ? കൊമ്പുണ്ട്. എന്ത് കൊമ്പ്? കേരളത്തിന്റെ നമ്പർ 1 കൊമ്പെന്ന് പറയുന്നത് കേരളത്തിൽ ഇത്തരത്തിൽ കേരളത്തിൽ ഒന്നും ബാധകമല്ല. കേരളത്തിൽ പരമാവധി അഴിമതി നടത്തുക, കേരളത്തിൽ സ്വജനപക്ഷപാതം നടത്തുക, കേന്ദ്ര ഗവൺമെന്റ് കൂട്ടി നിൽക്കുന്ന അർത്ഥം. കേന്ദ്ര ഗവൺമെന്റിൽ ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, BJP 10 കൊല്ലമായുള്ളൂ. 60 കൊല്ലം കോൺഗ്രസ് ഭരിച്ചല്ലോ. CBI എൻക്വയറി കൊണ്ടുവന്ന ലാവ്ലിൻ കേസ് അല്ല, പിണറായി വിജയൻ ലാവ്ലിൻ കേസ് കൊണ്ടുവന്നു. അതിന് മറ്റേ EMSന്റെ മക്രോണി കേസ് ഉണ്ടായിരുന്നല്ലോ, അരി കുംഭകോണ കേസ് ഉണ്ടായിരുന്നല്ലോ. ഞാൻ കൊണ്ടുവന്ന കേസിനെ എനിക്ക് പറയാനല്ല, അതിപ്പോ അങ്ങയുടെ കേസ്. ഞാൻ പറഞ്ഞത് 957 ആദ്യത്തെ മന്ത്രിസഭയില് അരി കുംഭകോണത്തിന്റെ കേസുണ്ടായത് EMSന്റെ മന്ത്രിസഭയ്ക്കെതിരായിട്ടാണ്. ശിക്ഷിക്കപ്പെട്ടോ? അല്ല, അതൊക്കെ ഉണ്ടായിട്ടില്ല. ഞാൻ ഫൈറ്റ് ചെയ്ത കേസിൽ എനിക്ക് നേരിട്ട് അറിയാം പിണറായി വിജയനെതിരായിട്ട് മുല്ലപ്പെരിയാർ ഡാമിന്റെ കേസ് ഉണ്ടായിരുന്നു. മറ്റേതായിക്കോട്ടെ. അല്ല, കേരളത്തിൽ 60 കൊല്ലത്തിന്റെ അതായിരിക്കാം. ഞാൻ കൊണ്ടുവന്ന കേസിൽ പിണറായി വിജയനെ പ്രതിയാക്കി. ഞാനിപ്പോ അങ്ങ് കൊണ്ടുവന്ന കേസിനുള്ള താല്പര്യം അങ്ങേക്കുണ്ടാവും. ഞാൻ പറയുന്നത് കേരളത്തിൽ ഒരു കേസുകളും കേരളത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ ശിക്ഷിക്കുന്ന സംവിധാനം കേരളത്തിലില്ല. അതിന്റെ വലിയ തെളിവ് പിന്നെ കേന്ദ്രത്തില് ഡൽഹിയില് അരവിന്ദ് കെജ്രിവാളിനെയൊക്കെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത്. അല്ല, അത് ഡൽഹിയാണ്. ഡൽഹിയിൽ അറസ്റ്റ് ചെയ്യാൻ പറ്റും. എന്തിനാ പറഞ്ഞത്? കേന്ദ്രത്തിലെ ഹോം മിനിസ്റ്റർ ആയിരുന്നു ചിദംബരം. സത്യത്തില് കേരളത്തിൽ BJPക്ക് വളരാനുള്ള എല്ലാ സാഹചര്യവും, കേരളത്തിൽ BJPക്ക് ഇതൊട്ടും ബാധകമാകാത്ത രീതിയിൽ കേരളത്തിന്റെ സാമൂഹ്യ രാഷ്ട്രീയ രംഗം ജാതി മതത്തിന്റെ
കാൽ കീഴിൽ കിടന്ന് ഈ അമരിയാണ്. ജാതിയും അതുമായിട്ട് എന്ത് ബന്ധം ഈ കുറ്റകൃത്യങ്ങൾക്ക്? വലിയ ബന്ധമുണ്ട്. അത് ഏത് കുറ്റകൃത്യം ഇതായിട്ട് ബന്ധം, ജാതിയായിട്ട് ബന്ധപ്പെട്ട കാര്യം? ഈ സംഗതികളെല്ലാം ഭരിക്കുന്നത് കേരളത്തിൽ നിശ്ചയിക്കുന്നത് ജാതികൾ. ഇപ്പൊ ഇലക്ഷൻ നോക്കൂ ഇപ്രാവശ്യം. ഈ കോടതിയിൽ കേസൊക്കെ എടുക്കുന്നത് ജാതിന്റെ അടിസ്ഥാനത്തിലാണോ? കേരളമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പ്രസ്ഥാനത്തിനും ജാതി മതമാണ് നിശ്ചയിക്കുക. അല്ല, കേസുകൾ എടുക്കുന്നത് ജാതിയുടെയും മതത്തിന്റെ അടിസ്ഥാനത്തിലാണോ പോലീസ് കേസ് എടുക്കുന്നത്? വേണ്ട, കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ മനസ്സെങ്ങനെയാ? അല്ല, കോടതി കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ മനസ്സനുസരിച്ചിട്ടാണോ പോലീസ് കേസ് എടുക്കുന്നത്? അങ്ങനെയാണല്ലോ കേരളത്തിൽ എടുക്കുന്നത്. അല്ലാന്ന് ഇങ്ങനെ പറയാം. അപ്പൊ കേരളത്തിലെ എല്ലാ കേസുകളും നടക്കുന്നത് പൊതുസമൂഹത്തിന്റെ മനസ്സിൽ. ഞാൻ ചെറിയ ഉദാഹരണം പറയാം. ഇപ്പൊ ഒരു പയ്യൻ മരിച്ചു, എവിടെയാ, സൂയിസൈഡ് ചെയ്തു. ശിക്ഷിക്കപ്പെടുന്ന അങ്ങേക്ക് തോന്നുന്നുണ്ടോ? അല്ല, കൃത്യമായി കേസ് നടത്തിയാൽ ശിക്ഷിക്കപ്പെടും. ഒരു കൃത്യമായിട്ട് ശിക്ഷിക്കപ്പെടില്ല. അത് ശിക്ഷിക്കപ്പെടില്ല എന്നുള്ള കാര്യത്തില് എനിക്ക് പാടുപെടിപ്പിലേക്ക് പോകേണ്ട ആവശ്യമില്ല. എത്രയോ കേസുകളിൽ ശിക്ഷിക്കപ്പെട്ടു. കേരളത്തിലോ എത്രയോ കേസുകളിൽ. കേരളത്തിൽ ഏറ്റവും വലിയ വിപുലമായിരിക്കുന്ന 1975-76 സമയത്ത് നടന്ന രാജ്യം കേസ് അടക്കമുള്ള 34 പേര് കൊന്ന കേസുണ്ട്. കെ കരുണാകരൻ പ്രതിയായിട്ട് ശിക്ഷിക്കപ്പെട്ടില്ല. അല്ല, ശിക്ഷിക്കപ്പെടുന്നതിന് കാരണം കൃത്യമായി തെളിവും കാര്യങ്ങളും കോടതിയിൽ എത്തിയാൽ കൃത്യമായിട്ട് കേരളത്തിലെ തെളിവുകൾ ഇല്ലാത്ത രീതിയിൽ കൃത്യമായിട്ട് മാനിപ്പുലേറ്റ് ചെയ്യുന്ന കാര്യത്തിൽ അഭയ കേസിൽ അവർ അറസ്റ്റിലായി. അതിന്റെ അപ്പുറത്ത് എന്തുണ്ടായി? പിന്നെ അവരെന്താ ചെയ്ത്? അല്ല, അവരെന്തായിന്നുള്ളതല്ല, കൃത്യമായി കേസിൽ അവര് തൽക്കാലത്തേക്ക് കോടതി ശിക്ഷിച്ചു. അവരെന്താ പുറത്തേക്ക് ഇറങ്ങിയത്? അത് പിന്നീട് അവർക്ക് അനുകൂലമായിട്ട് സുപ്രീം കോടതി ജഡ്ജി വരെ ഇടപെട്ടു. സുപ്രീം കോടതി ജഡ്ജി വരെ അവർക്ക് വേണ്ടിയിട്ടാണ് ഇടപെട്ടൂടെ? അത് അങ്ങനെ ഇടപെടുന്നു എന്നുള്ളതാണ് കേരളത്തിന്റെ പ്രശ്നം. ഈ പ്രശ്നങ്ങൾ കേരളത്തിലാണ് കൂടുതൽ. കേരളം വിട്ടുള്ള തമിഴ്നാട്ടിനകത്താണെങ്കിൽ കേരളത്തിൽ ആർക്ക് എന്ത് വേണം ചെയ്യാവുന്ന രീതിയിൽ കേന്ദ്ര കുറ്റാന്വേഷണ ഏജൻസികളെ പരിധിപ്പെട്ടാലും ഇവിടെയുള്ള ആർക്ക് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും ചെയ്യാം എന്നുള്ള. കേരളത്തിൽ അത്രയും കർക്കശമാണ് കേരളത്തിലെ ജാതി മതവ്യവസ്ഥ. ഈ ജാതിയുടെയും മതത്തിന്റെയും സ്വാധീനം കേരളത്തില് സമസ്ത രംഗത്തെ പാടെ തകർത്ത്. ഈ ജാതി മതവ്യവസ്ഥകൾ കൊണ്ടാണ് പിണറായി വിജയനെ ലാവ്ലിൻ കേസിൽ സുപ്രീം കോടതിയിൽ കേസ് നീട്ടിക്കൊണ്ടുപോകുന്നത് കേന്ദ്ര ഗവൺമെന്റ്. അല്ല, കേരളത്തിൽ ജാതി മതവ്യവസ്ഥയും രാഷ്ട്രീയ രംഗത്തുള്ള സ്വാധീനം വരുന്നത് പരസ്പര ബന്ധിതമാണ്. ഞാൻ വേറെന്ന് പറയല്ലേ, ഇലക്ഷനകത്ത് ഈ രണ്ട് വിഭാഗങ്ങളും കൂടുതൽ വോട്ട് കിട്ടുന്ന പറയുന്ന ആരെ കിട്ടുന്ന പറയുന്നത് ഈ ജാതിമത വ്യവസ്ഥകൾ കൊണ്ടാണ് പിണറായി വിജയന്റെ നയതന്ത്ര പാക്കേജിലൂടെയുള്ള സ്വർണ്ണക്കള്ളക്കടത്തിനെ കുറിച്ച് ചോദ്യം ചെയ്യാത്തത്. ഞാൻ വേറെ പറയട്ടെ, എന്തുകൊണ്ടാണ് അദ്ദേഹം എന്താ കൊണ്ടുവന്നത്? ഈന്തപ്പഴം ഖുറാനും മാത്രമല്ല, നയതന്ത്ര പാക്കേജിലൂടെ അല്ല, അതിന്റെ പേരിലാണ് കൊണ്ടുവന്നത്. ഞാൻ സ്വർണം കൊണ്ടുവന്നില്ല എന്നല്ല ഞാൻ പറഞ്ഞു. ഞാൻ പറയുന്നത് കൊണ്ടുവന്നത് ഈന്തപ്പഴമാണ്, കൊണ്ടുവന്നത് ഖുറാനാണ് എന്ന് പറഞ്ഞാൽ എന്ന് മാത്രമല്ല മുഖ്യമായിട്ട് കൊണ്ടുവന്നത് എന്ന് മാത്രമല്ല നയതന്ത്ര പാക്കേജിലൂടെ വന്ന സ്വർണം, അതായത് ബിരിയാണി ചെമ്പിലും അല്ലാതെയും വന്ന സ്വർണം, ബാഗായിട്ടും വന്ന സ്വർണം മുഖ്യമന്ത്രിയുടെ ഓഫീസിലും അതേപോലെ കൈരളി ചാനലിലും എത്തിയേ എന്ന് പറയുന്ന സംഭവം പറഞ്ഞ് മൊഴി കൊടുത്തുള്ളത് 164 സ്റ്റേറ്റ്മെന്റ് പകരം സ്വപ്ന സുരേഷാണ്. ഈ ഇടയ്ക്കൊരു 164 അല്ല പ്രശ്നം വരുന്നത്. ഇപ്പൊ ഞാൻ പറയാം, ഇപ്പൊ തന്നെ ഇലക്ഷൻ കഴിഞ്ഞപ്പോ കൗണ്ടിങ്ങില് ചെറിയ വർധന വന്നു, വോട്ടിങ്ങിൽ പെർസെന്റേജ് കുറഞ്ഞു. ഉടനെ പത്രമാധ്യമങ്ങൾ എന്താ എഴുതിയത്? കേരളത്തിലെ മതന്യൂനപക്ഷങ്ങൾ വോട്ട് ചെയ്തു. ഇത് എന്തൊരു പ്രാകൃതമാണത്! അങ്ങനെയല്ലല്ലോ വസ്തുത. അല്ല, ഞാൻ പറഞ്ഞത് കേരളത്തിലെ എല്ലാം നിശ്ചയിക്കുന്നത് ജാതിയും മതവുമാണ്. ഈ കേസെല്ലാം നിശ്ചയിക്കുന്നത് ജാതി മതമാണെന്നാണ് താങ്കൾ പറയുന്നത്. എല്ലാത്തിനും നിശ്ചയിക്കുന്നത് ജാതി മതമാണ്. ഖുറാൻ അല്ല, ഈ സ്വർണ്ണക്കള്ളക്കടത്ത് നയതന്ത്ര സ്വർണ്ണക്കള്ളക്കടത്തിന്റെ അടിസ്ഥാനം തന്നെ മതമാണ്. 33 തവണ ഇതേപോലെ വന്നു എന്നുള്ളതാണ് കൃത്യമായിട്ട് കേരളത്തിലെ പ്രകാരം കസ്റ്റംസ് തന്നെ പറയുന്നത്. കേരളത്തില് ഈ പറയുന്ന സ്വർണ്ണക്കള്ളക്കടത്തിന്റെ അടിസ്ഥാനം മതമാണ്, മതമാണ്, മതമാണ്. അതാണ് പിണറായി വിജയനാണോ അത് നിശ്ചയിക്കുന്നത്? തീർച്ചയായിട്ടും പിണറായി വിജയൻ അവരുമായിട്ടുള്ള അവിഹിത ബന്ധം. പിണറായി വിജയന് നയതന്ത്ര പാക്കേജിൽ സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തിയാലും ആരും ഒന്നും ചെയ്യില്ല. കേരളത്തിൽ രക്ഷപ്പെടും. കാരണം കേരളത്തിലെ ഉദ്യോഗസ്ഥന്മാരടക്കമുള്ള ആൾ, ഇപ്പൊ മുഖ്യമന്ത്രിക്ക് ഇതിൽ പങ്കില്ല എന്ന് പറഞ്ഞാരാ? കേരളത്തിലെ കസ്റ്റംസ് ഉദ്യോഗസ്ഥരല്ലേ? അല്ല, കസ്റ്റംസ് ഉദ്യോഗസ്ഥരാണ് അഫിഡവിറ്റ് കൊടുത്തിരിക്കുന്നത്. എന്റെ അടുത്തിന്റെ രേഖ കേരളത്തിലെ കസ്റ്റംസ് ഉദ്യോഗസ്ഥരാണ് ടെലിഫോൺ ചെയ്ത് പറഞ്ഞിട്ടില്ല. കസ്റ്റംസ് ഉദ്യോഗസ്ഥർ ഹൈക്കോടതിയിൽ കൊടുത്ത അഫിഡവിറ്റിൽ എന്റെ കൈവശമുണ്ട് രേഖ. അതിൽ പിണറായി വിജയനും അതേപോലെ ഒത്തിരി ആളുകളുടെ പേര് അതിനകത്തുണ്ട്. ഇവരെല്ലാവരും ഇതിനകത്ത് ഇൻവോൾവ് ആണ് എന്ന് കൃത്യമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇൻവോൾവ് ആണെന്ന് ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞപ്പോ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥൻ പറഞ്ഞത് പങ്കില്ല എന്ന് പറഞ്ഞ് ടെലിഫോൺ പറയുന്നല്ല, കോടതിയിൽ കൊടുക്കുന്ന റെക്കോർഡാണ് ഞാൻ പറയുന്നത്. ഞാൻ പറഞ്ഞത് പത്രമാധ്യമങ്ങൾ അടക്കമെന്ന വാർത്തയല്ല ഞാൻ പറഞ്ഞത്. ഞാൻ ഹൈക്കോടതിയിൽ അഫിഡവിറ്റ് ആയിട്ട് കസ്റ്റംസ് കൊടുത്ത കൃത്യമായിട്ട് ഇപ്പൊ അങ്ങ് തന്നെ പറഞ്ഞ പോലെ കൃത്യമായിട്ട് രേഖകൾ ഉണ്ടെങ്കിൽ കോടതി ശിക്ഷിക്കും.
കോടതി ശിക്ഷിക്കണമെങ്കിൽ ഇദ്ദേഹത്തെ പ്രതിയാക്കേണ്ട, ചോദ്യം അതെ, ചെയ്യണ്ടേ? ഇദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്നില്ല, ഇദ്ദേഹത്തെ എന്തുകൊണ്ട്? പ്രതിയാക്കുന്നില്ല. എന്തുകൊണ്ട്? ഇദ്ദേഹത്തിന്റെ സ്വാധീനം തന്നെയാണ് പ്രശ്നം. അതിനകത്തൊരു സംശയം എന്നെ അത് തന്നെയാണ് സംബന്ധിച്ചില്ല. ഞാൻ പറഞ്ഞു വരുന്നത്. ഈ സ്വാധീനത്തിനകത്ത്, കാരണം ഇദ്ദേഹത്തിന് മാത്രമല്ല, കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരു മുഖ്യമന്ത്രിയെയും അല്ല, അത് വിടില്ല. വിടാൻ പറ്റില്ല. BJP വളരാത്തതിന് കാരണം എന്താണ്? മുമ്പ് ഇവിടെ പല പാർട്ടികളും എല്ലാം ഉണ്ടായിരിക്കും. ഇന്ത്യയിൽ തന്നെ ബംഗാളിലും ത്രിപുരയിലൊക്കെ മാറി. ഈ അടുത്ത കാലത്താണല്ലോ, അല്ല മുമ്പല്ലല്ലോ, അവർ കൃത്യമായി അവിടെ പ്രവർത്തിച്ചു. എന്നാൽ കേരളത്തിൽ ഇതേപോലെ CPM-നെ മുന്നിൽ, CPM-നെ ഒന്നിച്ച് നശിപ്പിക്കാവുന്ന സാധനങ്ങൾ കൈ കിട്ടിയിട്ടും CPM പിണറായി വിജയനെ ധാരണയായി കോൺഗ്രസ് മുക്ത ഭാരതം എന്നുള്ള പേരിൽ ഇവരെ കോൺഗ്രസ് അധികാരത്തിൽ വരുന്നത് അഴിമതി നടത്താൻ വേണ്ടി മാത്രമാണ്. ആയിക്കോട്ടെ, എനിക്കൊരു സംശയമില്ല. ഞാൻ പറഞ്ഞില്ല. ആയിക്കോട്ടെ എന്നുള്ളതല്ല, ഞാൻ എന്റെ വിഷയം അതല്ല. കേരളത്തെ കട്ടുമുടിക്കാൻ വേണ്ടി മാത്രമാണ് എന്റെ ചോദ്യം, അതല്ല. അല്ല, എന്റെ വിഷയം അതും കൂടിയാണ്. എന്റെ ചോദ്യം വളരെ ഞാനിതിനകത്ത് BJP-യുടെ അധികാരം, കേരളത്തിൽ അല്ല, എന്റെ പ്രശ്നം BJP അധികാരത്തിൽ വരിക എന്നുള്ളതല്ല, അഴിമതി ഇല്ലാത്ത കേരളം. എന്റെ ചോദ്യം വളരെ പ്രസക്തമാണ്. കോൺഗ്രസ്സുകാർ കള്ളന്മാരാണ്, നമുക്ക് പല കാര്യങ്ങളും, അല്ല, ഒരു സംശയമില്ല, അതിനെപ്പറ്റി ഒന്നുള്ള ചോദ്യം, അത് നമുക്ക് വേറെ വിഷയമാണ്. എന്റെ മുന്നിലുള്ള ചോദ്യം, കേരളത്തിൽ BJP വളരാത്തതിന് കാരണം ഇവിടെ ശക്തമായ തെളിവുകൾ ഉണ്ടായിട്ടും കോൺഗ്രസ് മുക്ത ഭാരതം എന്നുള്ള പേരിൽ BJP പിണറായി വിജയനെയും സംഘത്തെയും സംരക്ഷിക്കുന്നു. ഞാൻ വേറൊന്ന് പറയട്ടെ, കേരളത്തിൽ ഏതെല്ലാം കാര്യങ്ങൾ തെളിവുണ്ട്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മതത്തിന്റെ സ്വാധീനം ഏറ്റവും കൂടുതൽ തങ്ങളിക്കൽ ഹെജിമണിയുള്ള കേരളത്തിലാണ്. കേരളത്തിൽ ചർച്ച ചെയ്യുന്നില്ലല്ലോ, പല സാധനങ്ങളും കേരളത്തിൽ ചർച്ച ചെയ്യില്ലല്ലോ, പല കാര്യങ്ങളുണ്ട്. അതെ, കേരളത്തിലെ അത്തരം വിഷയങ്ങളൊന്നും ചർച്ച ചെയ്യുന്നതിന് പകരം കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയായ CPM-ന്റെ തലപ്പത്തിരിക്കുന്ന ആളുകളടക്കം ഉള്ള അഴിമതികൾ, ഇത്തരത്തെ തട്ടിപ്പുകൾക്ക് കൃത്യമായി തെളിവുകൾ കിട്ടിയിട്ടും അവരെ ധാരണ കൊണ്ടടക്കുന്നു. എന്നിട്ട് BJP കേരളത്തിലെ കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും മാറി മാറി നടത്തിയിരിക്കുന്ന ഭരണം അഴിമതിയുടെ കൂത്തരങ്ങായിട്ട് കേരളത്തെ മാറ്റിയിട്ടുണ്ട്. കേരളത്തിന്റെ മൈൻഡ് സെറ്റ് അഴിമതിക്ക് അനുകൂലമാണ്. അല്ല, അത് വേറെ പ്രശ്നം. അഴിമതിക്ക് അനുകൂലമാണ് മൈൻഡ് സെറ്റ്. അഴിമതിക്ക് അനുകൂലമൊന്നുമല്ല കേരളത്തിലെ ജനങ്ങൾ അതിനെതിരാണ് 100%. എന്നാൽ അഴിമതിക്കാരായ ആളുകൾ ജനങ്ങളെ പറഞ്ഞു പറ്റിക്കുന്നു. പിണറായി വിജയൻ നല്ല ആളാണെന്നല്ലേ പാർട്ടിന് മുന്നിൽ എല്ലാവരും പറഞ്ഞു. അതിന് വേറെ ഞാൻ പറയട്ടെ, കേരളത്തിൽ ഇത്ര അഴിമതിക്കാരൻ ഇപ്പൊ അങ്ങ് തന്നെ പറഞ്ഞ പോലെയുള്ള കോൺഗ്രസ്സുകാരും വരുന്ന അഴിമതി നടത്താനാണ് എല്ലാവർക്കും അറിയാം, നടത്താനാണ്. കോൺഗ്രസിന് ആളുകൾ വോട്ട് ചെയ്യും. അല്ല, അത് കാരണം വോട്ട് ചെയ്യുന്നതിന്റെ പ്രധാനപ്പെട്ട ഘടകം മതമാണ്. എന്റെ ചോദ്യം, കേരളത്തിൽ BJP വളരാത്തത്, മറ്റെല്ലാ സ്റ്റേറ്റിലും അനുകൂല സാഹചര്യം ഇല്ലാതിരുന്നിട്ട് പോലും അവിടെ BJP വളരുന്നു. ഇവിടെ BJPക്ക് കൃത്യമായിട്ട് എൻട്രി ചെയ്യാനുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടും ഇത്തരം അഴിമതി സംഘടിതമായിരിക്കുന്ന മതവിഭാഗങ്ങളുടെ, ജാതി വിഭാഗങ്ങളുടെ കൂട്ടായ്മയാണ് കേരളത്തിലെ ഇടതുപക്ഷ വലതുപക്ഷ മുന്നണികളുടെ ജീവവായു. അതാണ് അവിടെ സ്വാഭാവികമായിട്ട് സ്പേസ് കുറയുന്നുണ്ട് BJPക്ക്. അതുകൊണ്ടാണ് പിണറായി വിജയൻ ഒന്നും ഈ കേസിൽ തൊടാത്തത്. കാരണം കേരളത്തിന്റെ ഉദ്യോഗസ്ഥ വൃന്ദം പിണറായി വിജയന്റെ കൂടെയാണ്. അല്ല, ഉദ്യോഗസ്ഥ വൃന്ദം അല്ലല്ലോ കേന്ദ്ര, ആര് തെറ്റിയതാലും കേന്ദ്ര കുറ്റാന്വേഷണ ഏജൻസിക്ക് അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. അല്ല, കേന്ദ്ര കുറ്റാന്വേഷണ വിഭാഗത്തിന്റെ BJPയുടെ ഭരണം വന്നിട്ട് 10 കൊല്ലമായത്. ആ 10 കൊല്ലത്തിന് കൊണ്ട് മറ്റു സംസ്ഥാനങ്ങളുടെ അഴിമതി സാമാന്യം. ഇപ്പൊ ഞാൻ ചെറിയ ഉദാഹരണം പറയട്ടെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഉത്തർപ്രദേശിൽ ജാതി എഴുതണ്ട, പരാതി കൊടുക്കുന്ന സമയത്ത് കേരളത്തിൽ എഴുതണമല്ലോ, കേരളത്തിൽ എഴുതണം. കാരണം കേരളത്തിൽ 16 വയസ്സുള്ള പെൺകുട്ടിയെ കേരളത്തിൽ കൊണ്ടുവന്നിട്ട് വിവാഹം കഴിപ്പിക്കാം, കേസ് വരില്ല. ഇപ്പൊ കേസ് വരുമോ? ഇപ്പൊ ഞാൻ നിങ്ങളുടെ ലേറ്റസ്റ്റ് ആയി വരുന്നത്, അവരിപ്പോ ഇന്നത്തെ റിപ്പോർട്ട് പ്രകാരം ആ കുട്ടിക്ക് വയസ്സ് കഴിഞ്ഞു, പ്രായപൂർത്തിയായി, വോട്ടവകാശം ഉണ്ട് എന്നുള്ളതാണ് പുതിയ. എനിക്കറിയില്ല, പുതിയ വോട്ടേഴ്സ് ലിസ്റ്റ് ഉണ്ടാക്കും. പക്ഷെ ആ കുട്ടിയുടെ അച്ഛൻ, ആ കുട്ടിയുടെ അമ്മ അടക്കം പറയുന്നത് അവൾക്ക് വോട്ടേഴ്സ് ലിസ്റ്റ് പേരുണ്ടെന്ന്. അല്ല, അവൾക്ക് പ്രായവൃത്തിയായിട്ടില്ല എന്ന് പറയുന്നു. അല്ല, വോട്ടേഴ്സ് ലിസ്റ്റ് പേര് വന്ന പണ്ഡിറ്റ് ശേഷല്ലേ? അല്ല, മറ്റേ പട്ടികജാതി വിഭാഗക്കാരെ ആവശ്യപ്പെടുന്നു, പ്രായപൂർത്തിയായിട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ്. ഇതൊന്നും കേരളത്തിൽ ബാധകമല്ല. ഇപ്പൊ കേരളത്തിൽ പാവപ്പെട്ട വിദ്യാർത്ഥി അവിടെ സൂയിസൈഡ് ചെയ്തു, അത് കേരളത്തിൽ ബാധകമല്ല. അപ്പം കേരളത്തിൽ ഇത്തരത്തിലുള്ള കേസുകളൊക്കെ വന്നാലും തെളിവുകൾ കേരളത്തിൽ ഇപ്പൊ ഞാൻ പറയും, ശബരിമല കേസ് കേരളത്തിലെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന കേസാണല്ലോ, ശിക്ഷിക്കപ്പെടില്ല എന്ന് പറയാൻ എനിക്ക് പഴയപടിക്ക് പോകണ്ട. അതിന് കൃത്യമായിട്ട് ഞാൻ തന്നെ കൊടുത്ത പരാതിയിൽ കൃത്യമായി പറയുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ എന്റെ പരാതി കൊടുത്തിരുന്നു. അതിൽ ഈ നഷ്ടപ്പെട്ട സ്വർണം തിരിച്ചെടുക്കണം, ഈ തൊണ്ടി മുതലും പരാതിയൊക്കെ കൊടുത്തോളൂ. തൊണ്ടി മുതൽ ഇതുവരെ എടുത്തില്ല. ഇപ്പൊ കോൺഗ്രസ്സുകാരാണ് ഭരണത്തിൽ ഒന്നിരിക്കട്ടെ, ആ കേസ് അനങ്ങില്ല എന്നുള്ള പറയാൻ വേണ്ടിട്ട് എനിക്ക് ഒട്ടും സംശയമില്ല. കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും അങ്ങനെയാണ്. നമ്മുടെ മുന്നിൽ BJP അധികാരത്തിൽ വരാത്തതിനെ പറ്റിയുള്ള ചർച്ച. അല്ല, BJP അധികാരത്തിൽ വരാതിരിക്കാൻ കേരളത്തിന്റെ സാഹചര്യത്തിൽ BJPക്ക് അധികാരത്തിൽ വരാൻ സാധ്യതയില്ല. കേരളത്തിൽ അങ്ങനെയാണെങ്കിൽ നമ്മൾ അതോടെ അവസാനിക്കുന്നത്. അതെ, എനിക്ക് സംശയമില്ല. ഈ അഴിമതികളൊക്കെ നടത്തിയാലും BJP കേന്ദ്രത്തിന്റെ കീഴിലുള്ള കുറ്റാന്വേഷണ ഏജൻസികൾ ഇവിടെ കേന്ദ്രത്തിലെ കുറ്റാന്വേഷണ ഏജൻസി ഇവർ ശിക്ഷിച്ചു എന്നിരിക്കട്ടെ, ശിക്ഷിക്കുന്നതിന് പേരിൽ കേരളത്തിൽ BJPക്ക് ഒരു സീറ്റ് പോലും വർദ്ധിക്കില്ല. ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെയല്ല.
കേരളത്തിലെ ജനത അഴിമതിക്കെതിരെയാണ്, അങ്ങേക്ക് വിശ്വസിക്കാനുള്ള അധികാരമുണ്ട്. കേരളത്തിലെ ജനതയിൽ ഭൂരിപക്ഷം അഴിമതിയുടെ കൂടിയാണ്. കേരളത്തിൽ ഭൂരിപക്ഷം ആളുകൾ മതത്തിന്റെ കൂടിയാണ്. കേരളത്തിൽ ഭൂരിപക്ഷം ആളുകളും ജാതിയുടെ കൂടിയാണ്. എനിക്ക് അക്കാര്യത്തിൽ ഞാൻ സംശയമില്ല. 1981 മുതൽ പത്രപ്രവർത്തനം നടത്തുന്ന ആളാണ്. അന്നു മുതൽ ഇന്ന് വരെയുള്ള ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആരാണ് അഴിമതി നടത്തുന്നത്, ആരാണോ തട്ടിപ്പുകൾ നടത്തുന്നത്, അതിനെതിരാണ് കേരളത്തിലെ ജനങ്ങൾ. അല്ല ജാതിയാണ് മതമാണെന്നുള്ളത് എനിക്ക് അരക്കിട്ടുറപ്പിച്ച് പറയാൻ സാധിക്കും. ജാതിയും മതമൊക്കെ ഉണ്ട്, ഇല്ല എന്നുള്ളതല്ല. അതൊക്കെ ജാതി മതവും നടത്തുന്ന ആൾക്കാർ. ജാതിയും മതവും മറ്റു ഉദാഹരണം ഈ വെള്ളാപ്പള്ളി നടേശൻ ഏറ്റവും എതിർത്തിരുന്ന ആളായിരുന്നു സുധീരൻ. പക്ഷെ സുധീരൻ മതത്തിനപ്പുറം അല്ലെങ്കിൽ ഈ സമുദായ സംഘടനകൾ അപ്പുറം മത്സരിച്ച് ആലപ്പുഴയിൽ നിന്ന് ജയിച്ച ആളാണ്. അത് വെള്ളാപ്പള്ളിയോട് ഏറ്റുമുട്ടിയ സുകുമാരൻ നായരോട് ഏറ്റുമുട്ടിയെ ജയിക്കും. സുകുമാരൻ നായർ പ്രസ്ഥാനക്കാരനാണ് ബാലകൃഷ്ണപിള്ള, അതുകൊണ്ടാണ് ശിക്ഷിക്കപ്പെട്ടു. കുഞ്ഞാലിക്കുട്ടി ശിക്ഷിക്കപ്പെടുമോ? കുഞ്ഞാലിക്കുട്ടി നിർബന്ധമായി കേരളത്തിൽ ശിക്ഷിക്കപ്പെടില്ല. അല്ല, കുഞ്ഞാലിക്കുട്ടി ശിക്ഷിക്കപ്പെടുമോ? പറയട്ടെ, കുഞ്ഞാലിക്കുട്ടി അന്നത്തെ ഇതില് അതിന്റെ കൂടുതൽ കാര്യങ്ങൾ ഞാൻ പിന്നീട് പുസ്തകമായിട്ട് ഞാനാണ് ഐസ്ക്രീം പാർലർ പ്രമാണിപ്പം കൊണ്ടുവന്നത് കേരളത്തിൽ. ശിക്ഷിക്കപ്പെട്ടോ? അല്ല, ശിക്ഷിക്കപ്പെടാത്ത ആരാണ്? കച്ചവടം ചെയ്ത ആരാണ്? അല്ല, ശിക്ഷിക്കപ്പെടില്ല എന്ന് പറയുന്നത് മാത്രമല്ല. ഞാൻ വേറെ പറയും, ഷാജി പറഞ്ഞു മതമാണ് 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 ഞങ്ങളുടെ പ്രശ്നം. കേരളത്തിൽ വാർത്തയല്ലാതെ അല്ല, കേരളത്തിൽ മാധ്യമങ്ങളിൽ ചർച്ച നടത്തില്ല. ഇതുപോലെയുള്ള ശരിയല്ലാത്ത പല കാര്യങ്ങളെ എതിർക്കുന്ന ആൾക്കാരാണ് 99% ജനങ്ങൾ. അല്ല, 99% ഇല്ല, അങ്ങ് എതിർക്കുന്നു എന്നുള്ള ഞാൻ സമ്മതിക്കാം. പക്ഷെ 99% ആളുകളും പല പല ന്യായീകരണങ്ങളും നിരത്തി ഇതിന്റെ കൂടെയാണ്. ഏത് കൊലക്കൊമ്പനാണെങ്കിലും അഴിമതിയും അതേപോലെയുള്ള തട്ടിപ്പുകളും നടത്തുന്ന എത്ര മതത്തിന്റെ ആളാണെങ്കിലും ജനങ്ങളെ മുന്നിൽ കൃത്യമായി തെളിവും വാർത്തകളും വന്നാൽ ജനങ്ങൾ അതിനെതിരെ തിരിയുന്ന ഒരു സംസ്ഥാനമാണ് കേരളം എന്നാണ് കേരളം ഒരു താൽക്കാലികമായിട്ട്. അതുകൊണ്ടാണ് കുഞ്ഞാലിക്കുട്ടി പോലും മലപ്പുറത്ത് തോൽക്കേണ്ടി വന്നത്. താൽക്കാലികമായിട്ട് കേരളം അതിനെതിരായിട്ട് തിരിഞ്ഞാലും അതിന്റെ കൂടെയാണെന്നുള്ളത് അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് പറയാൻ സാധിക്കും. അതുകൊണ്ടാണ് ജനാധിപത്യ വിരുദ്ധമായ നടപടികൾ കേരളത്തിൽ അരങ്ങേറുന്ന സമയത്ത് മറ്റു സംസ്ഥാനങ്ങൾക്ക് ഇപ്പൊ അടിയന്തരാവസ്ഥ, എല്ലാ സംസ്ഥാനത്തിനെതിരായിട്ട് വലിയ ജനറേഷൻ ഉണ്ടാവും. കേരളത്തിലാണെങ്കില്ല. കേരളത്തിൽ മഹാപണ്ഡിതന്മാരാ. ഞാൻ ഇടയ്ക്ക് ഒരു ഡിസ്കഷനിൽ പറഞ്ഞിരുന്നു, നമ്മള് പത്രപ്രവർത്തകരുടെ കുലഗുരു ആയിട്ടുള്ള ആളുടെ പേരെന്താ? അയാളുടെ പേര് സ്വദേശാമൻ രാമകൃഷ്ണപിള്ള. കേരളം ദർശിച്ചിട്ടുള്ള ഏറ്റവും കടുത്ത ജാതിവാദിയുടെ പേര് സ്വദേശാമൻ രാമകൃഷ്ണപിള്ള എന്നാണ്. അയാളാണ് കാർൽ മാർക്സിന്റെ പുസ്തകം മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത്. അയാളാണ് പണ്ഡിറ്റ് ബാലകലേശ് അയക്കാണ് സബ്മിറ്റ് ചെയ്തത്. ചരിത്രത്തിന്റെ ഭാഗമല്ലേ? അതൊക്കെ ആവട്ടെ, കേരളത്തിൽ അഴിമതി നടത്തിയുള്ള ആൾക്കാരെ ജനം വെച്ചു പുലർത്തിയിട്ടില്ല. അവരും മന്ത്രിമാരും മുഖ്യമന്ത്രിമാരും പിന്നീട് അവരെ കുറ്റക്കാരല്ല എന്ന് പറഞ്ഞ ശേഷമായിരിക്കാം ഒന്നും ആവശ്യമില്ല. ഇപ്പൊ കുഞ്ഞാലിക്കുട്ടി കുറ്റവാളിയാണെന്നോ അല്ലെന്നോ ആരും പറഞ്ഞിട്ടില്ല. കുറ്റവാളിയാണെന്നുള്ള ഒരു പൊതുസമൂഹത്തിന് അറിയാം. ഏറ്റവും ലേറ്റസ്റ്റ് ഞാനാണുള്ള ഐസ്ക്രീം പാർലർ പുറത്തു കൊണ്ടുവന്നക്കാരൻ, ഞാനാണുള്ള വേട്ടയാടപ്പെട്ട കള്ളക്കേസിൽ കുടുങ്ങി അർദ്ധരാത്രി അറസ്റ്റ് ചെയ്യപ്പെട്ട ആളെ ആര് പി ശശി കച്ചവടം ചെയ്തു എന്നുള്ളതല്ലേ. അങ്ങേ അറസ്റ്റ് ചെയ്തു, കുഞ്ഞാലിക്കുട്ടി അറസ്റ്റ് ചെയ്തോ? കുഞ്ഞാലിക്കുട്ടി അറസ്റ്റ് ചെയ്തില്ല. കച്ചവടമായി ചെയ്യില്ല, കച്ചവടമായി. ഇതാണ് കേരളം. ഏറ്റവും പുതിയൊരു കാര്യം, കുഞ്ഞാലിക്കുട്ടിയെ പെടുത്താൻ വേണ്ടി ചില കാര്യങ്ങൾ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ ഉണ്ടായിരുന്നു. എൻ്റെ മുന്നിലുള്ള ഒരു പുസ്തകം ഞാൻ വരുന്നുണ്ട്, അതിൽ കുഞ്ഞാലിക്കുട്ടിയെ മനഃപൂർവ്വം കൊടുക്കാൻ വേണ്ടി പ്രത്യേകം എഴുതി ചേർക്കുകയായിരുന്നു ചില ഭാഗങ്ങൾ എന്നുള്ള കാര്യം ഉള്ള അടക്ക തെളിവ് സഹിതം ഞാൻ പുസ്തകം വരുന്നുണ്ട്. കാരണം 1996 കുഞ്ഞാലിക്കുട്ടി കുറ്റവാളിയല്ലെന്നാണ്. അല്ല, ആ സംഭവത്തിൽ കുഞ്ഞാലിക്കുട്ടിയെ പെടുത്താൻ വേണ്ടി കുറെ ഭാഗങ്ങൾ ചേർത്തു. അതേസമയത്ത് അദ്ദേഹം ഇങ്ങനെയുള്ള സ്ത്രീ വിഷയത്തിൽ അധികം പെട്ടിരുന്നു എന്നുള്ള കാര്യം സത്യമാണ്. അദ്ദേഹം ആയിട്ട് അങ്ങോട്ട് പോയിട്ടല്ല, അല്ലാതെ പെട്ടിരുന്നു. അദ്ദേഹം തന്നെ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, എനിക്ക് തെറ്റ് പറ്റിയിട്ടുണ്ട്, ഇനി മേലിൽ അത്തരം കാര്യങ്ങൾക്ക് ഞാൻ പോവില്ല. എന്റെ മുഖത്ത് നോക്കി എന്നോട് ക്ഷമ പറഞ്ഞുള്ള ഒരാളാണ് കേരളത്തിൽ. അതെന്തോട്ടെ, ഞാൻ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ പോകാൻ എനിക്ക് താല്പര്യമില്ല. കേരളത്തെ സംബന്ധിച്ച് അഴിമതി നടത്തുന്ന, വർഗീയത പറയുന്ന ഷാജിയാണെങ്കിലും കുഞ്ഞാലിക്കുട്ടിയാണെങ്കിലും കേരളത്തിൽ ആ പെൺവാണിഭ കേസിനെ കുറിച്ച്, ഐസ്ക്രീം പാർലർ പെൺവാണിഭത്തെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് പറയാണ്, 1996, 97 കാലഘട്ടത്തിലാണ് ഐസ്ക്രീം പാർലർ ഞാനാണ് ആദ്യം പബ്ലിഷ് ചെയ്യുന്നത്. പിന്നീട് അതിന്റെ കല്ലട സുമാൻ റിപ്പോർട്ട് പുറത്തു കൊണ്ടുവരുന്നത് ഞാനാണ് കംപ്ലീറ്റ്. അതിൻ്റെ അകത്ത് 1 കോടി രൂപ പി ശശി വാങ്ങി എന്ന് പറയുന്ന കാര്യം പബ്ലിഷ് ചെയ്തത് ഞാനാണ്. എനിക്കെതിരെ EK നായരും അതേപോലെ പി ശശിയും വക്കീൽ നോട്ടീസ് അയച്ചിട്ടുള്ളതാണ്. ഞാൻ വെല്ലുവിളിച്ചതാണ്. അതിലൊന്നും പെടാതെ കുടുങ്ങാത്തതുകൊണ്ട്, ഒന്നും എന്നെ പിടിക്കാൻ പറ്റാത്തതുകൊണ്ട് എന്നെ കള്ളക്കേസിൽ കുടുക്കി അർദ്ധരാത്രി അറസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. അതൊക്കെ ചരിത്രമാണ്. പിന്നീട് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, കുഞ്ഞാലിക്കുട്ടിയെ കുറിച്ച് കിട്ടിയ ഭാഗങ്ങൾ വെച്ച് ചില പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ഉപയോഗിച്ച് കുറേ ഭാഗങ്ങൾ അവർ എഴുതി ചേർത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, മുസ്ലിം ലീഗിനെ അവരെ പരിധിയിൽ കൊണ്ടുവരാം. കേരളത്തിൽ എല്ലാവരും പ്രായോഗിക ബുദ്ധിയുടെ അടിസ്ഥാനത്തിൽ ചെയ്യുന്ന ഇത്തരം എഴുതി ചേർക്കലുകളാണ്.
അത് എല്ലാ കേസിലും കേരളത്തിൽ അങ്ങനെ തന്നെയാണ് നടക്കുന്നത്. അതുകൊണ്ടാണ് തമിഴ്നാട്ടിൽ ശിക്ഷിക്കപ്പെടും, കർണാടകത്തിൽ ശിക്ഷിക്കപ്പെടും, ആന്ധ്രയിൽ ഉണ്ടാവും, പക്ഷെ കേരളത്തിൽ ശിക്ഷിക്കപ്പെടില്ല. കേരളത്തിൽ ഞാൻ ശിക്ഷിക്കപ്പെടാതിരിക്കാൻ പാകത്തിന് KM മാണിയുടെ പേര് കോഴമാണി എന്ന് പറയുന്ന സമയത്തിൽ ആ കോഴ എന്നുള്ളത് ആ സ്ഥലത്തിൻ്റെ പേരായിട്ട് മാറ്റി. അപ്പം അങ്ങനെയുള്ള പേര് ആ സ്ഥലത്തിന് KM മാണിയുടെ വീട്ടിരിക്കുന്ന ഭാഗത്തിൻ്റെ പേരെന്താ? കോഴ എന്ന് പറഞ്ഞൊരു ബോർഡ് വെച്ചിട്ടുണ്ട് അങ്ങോട്ട്. അപ്പം നമ്മൾ ശരിക്കും കോഴമാണി എന്ന് പറയും. കോഴമാണി എന്നുള്ള സ്ഥലത്തിന്റെ നമ്മുടെ പേരായിട്ട് വന്നു. ചരിത്രം മാറ്റിക്കുറിക്കാൻ വേണ്ടിയിട്ടാണ് BJP വരുന്നത്. ആർക്കും വഴങ്ങാത്ത, കൃത്യമായി അഴിമതിക്കെതിരെ പോരാട്ടം നടത്തുന്ന ഒരു പാർട്ടിയായിട്ടാണ് ഇന്ത്യയിൽ BJP വന്നത്. അപ്പൊ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ആരെന്ത് നടത്തിയാലും BJP ഭരിക്കുന്ന സെൻട്രൽ ഗവൺമെന്റ് പോലും അവരെ ഏജൻസികൾക്ക് പോലും ഒരു വസ്തുവും ചെയ്യാൻ പറ്റില്ല എന്നാണ് അങ്ങ് പറഞ്ഞത്. അല്ല, കേരളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളത്തിന്റെ തനിമയുണ്ട്. അത് അഴിമതിയിൽ നിറഞ്ഞതാണ്, അത് ജാതിയിൽ നിറഞ്ഞതാണ്, അത് മതത്തിൽ നിറഞ്ഞതാണ്, സ്വജനപക്ഷപാതത്തിൽ നിറഞ്ഞതാണ്. അതിനകത്ത് കേരളത്തിലെ സാമൂഹ്യ രാഷ്ട്രീയ മാധ്യമ പ്രവൃത്തികളെല്ലാവരും ഒരേ പാതയിലാണെന്നാണ് എൻ്റെ അഭിപ്രായം. എന്നാൽ എൻ്റെ അഭിപ്രായം, കേന്ദ്ര കുറ്റാന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് പല സ്ഥലത്തും ഇതുപോലെയുള്ള വേട്ടകൾ നടത്തുന്ന കേന്ദ്ര ഗവൺമെന്റ് ശരിയായ കേസുകൾ ഉണ്ടായിട്ടും പിണറായി വിജയനെ തൊടാതെ സംരക്ഷിച്ചു നിർത്തിയത് കോൺഗ്രസ് മുക്ത ഭാരതം എന്നുള്ള പേരിൽ കേരളത്തിൽ കോൺഗ്രസ് അധികാരത്തിൽ വരാതിരിക്കാൻ വേണ്ടിയുള്ള വരുമുള്ള ധാരണയായിരുന്നു. ആ ധാരണപ്പുറത്ത് നടന്നതാണ് BJP ഇവിടെ വളരാതെ പോയത്. അതിപ്പോ അല്ലെങ്കിൽ എന്തോ BJP ഇവിടെ ഒന്നുകിൽ പ്രതിപക്ഷമാവുമെങ്കിലും ആവുമായിരുന്നു. കേരളത്തെ സംബന്ധിച്ച് കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ കേരളം അഴിമതിയിൽ മുങ്ങിക്കുളിക്കുന്ന സംസ്ഥാനമാകും. കേരളത്തിന്റെ ദേശീയപാത അടക്കമുള്ള നിരവധി പ്രവർത്തനങ്ങളിൽ എല്ലാത്തിലും പണം വാങ്ങിക്കുന്ന ആളുകളായിട്ട് കോൺഗ്രസ്സുകാർ വരും. കേരളത്തിന്റെ സമസ്ത മേഖലയിലുള്ള ഒരു വികസനത്തിന് തടസ്സം നിൽക്കുന്നതിൽ കോൺഗ്രസ് ആണെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. എല്ലാവരും അങ്ങനെയാണെന്നുള്ള ധാരണയില്ല. കോൺഗ്രസിൽ അഴിമതി ഇല്ലാത്തവരുടെ എണ്ണം പറയാൻ പ്രയാസമാണ്. ധാരാളം ആളുകൾ എന്റെ അറിവിലുള്ള ആളുകളുണ്ട്. അവരാരും മന്ത്രിമാരാവില്ല. തട്ടിപ്പുകാരായ ആളുകളും ഉണ്ട്, നല്ലവരും ഉണ്ട്. അത് എല്ലാ പാർട്ടിയിലും ഉണ്ട്, എല്ലാ പാർട്ടിയിലും ഉണ്ട്. പക്ഷെ ഒരു കേന്ദ്ര ഗവൺമെന്റ് തന്നെ കേരളത്തിലെ കോൺഗ്രസ്സുകാരെന്ന് പറഞ്ഞാൽ അഴിമതിയിൽ മുങ്ങിക്കുളിച്ചിട്ടുള്ള ആളുകളാണ്. അങ്ങനെ ഒരു വിശ്വാസം എനിക്കില്ല. ചില നേതാക്കന്മാർ കള്ളന്മാരായ ആളുകളുണ്ട്. അതേസമയത്ത് കേന്ദ്ര ഗവൺമെന്റ് ഒരു കള്ളനായ ഒരു മുഖ്യമന്ത്രിയെ, അതിൽ കൂട്ടാളികളെയും അവർ കേന്ദ്ര കുറ്റാന്വേഷണ ഏജൻസികളുടെ പരിധിയിൽ എല്ലാ തെളിവുകളുണ്ടായിട്ടും സംരക്ഷിച്ച് ഇവിടെ കോൺഗ്രസ് മുക്ത ഭാരതം എന്ന പേരിൽ നിലനിർത്തിയത് കൊണ്ടാണ് BJP കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് പറഞ്ഞാൽ അഴിമതി മുക്ത ഭാരതം എന്ന അർത്ഥം. അഴിമതിയാണ് കോൺഗ്രസ്. കോൺഗ്രസിൽ അപ്പൊ പിണറായി ചെയ്തത് അഴിമതിയല്ല. അല്ല, അതുപോലെ തന്നെയാണ് ഇവര്. അതിനേക്കാൾ രൂക്ഷമാണ് ഇവര്. നമ്മൾ മുന്നിലുള്ള ആളെ പിടിക്കില്ല. അല്ല, ഞാൻ പറഞ്ഞു ഇപ്പൊ സോണിയാഗാന്ധി അത്ര അഴിമതിക്കാരിയായിട്ടുള്ള വേറെ ആള് വേറെ, രാഹുൽ ഗാന്ധി അത്ര അഴിമതിക്കാരനായിട്ട് വേറെ ആള് ഉണ്ടെങ്കിൽ അവർ കുടുങ്ങട്ടെ. പക്ഷേ നമ്മുടെ മുന്നിൽ കേരളത്തിന്റെ അല്ല, അവര് കുടുങ്ങുന്ന പ്രശ്നമില്ലല്ലോ. കാരണം അവര് സംരക്ഷിക്കാൻ നമ്മളുണ്ട്, അവർക്ക് വീണ്ടും അധികാരം കൊടുക്കാൻ നമ്മളുണ്ട്. കേരളത്തിൽ BJP വളരില്ല എന്നുള്ള അങ്ങയുടെ നിഗമനം. കേരളത്തില് BJP വളരില്ല എന്നുള്ളതല്ല എന്റെ പ്രശ്നം. കേരളം അഴിമതിയിൽ നിന്ന് എന്ന് മുക്തമാകുന്നു അദ്യം BJPക്ക് സാധ്യത. കേരളത്തിൽ അഴിമതിക്കാരെ സംരക്ഷിക്കുന്ന പാർട്ടിയാണ് BJP എന്നുള്ളതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. കേരളത്തിലെ അഴിമതിക്കാരെന്ന് പറയുന്നത് കോൺഗ്രസ് ആണ്. എന്റെ മുന്നിൽ തെളിവുകളുള്ള പിണറായി വിജയനാണ്. അല്ല, പിണറായി വിജയനോടൊപ്പം തന്നെയാണ് കോൺഗ്രസ്സുകാരനാണ്. അഴിമതി ഇല്ലെങ്കിൽ കോൺഗ്രസ് മുന്നിൽ നിൽക്കുന്നത് പിണറായിയും കുടുംബവും. കൂടാതെ കോൺഗ്രസ് CPM-ലെ പ്രമുഖരായ കഴിഞ്ഞ 10 വർഷങ്ങൾ നടത്തിയ എണ്ണട്ട് തെളിവുകൾ സഹിതം ഞാൻ കൊടുക്കാൻ റെഡിയാണ്. ലാവ്ലിൻ കേസിൽ മുന്നിൽ വെച്ച് തെളിവുകൾ വെല്ലുവിളിക്കാൻ ഞാൻ തയ്യാറാണ്. അല്ല, അങ്ങ് അത് വെച്ച് തെളിയിക്കണം, അങ്ങ് അത് വെച്ച് കോടതികളിൽ അങ്ങ് ഫൈറ്റ് ചെയ്യണം. എല്ലാവിധ ആശംസകൾ അർപ്പിക്കുന്നുണ്ട്. കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ ഉണ്ടാവേണ്ട ഏറ്റവും സൃഷ്ടിപരമായിരിക്കുന്ന മാറ്റം, ഈ മാറ്റത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ഭാഗത്തിൽ കോൺട്രിബ്യൂഷൻസ് ഉണ്ടാവണം. അല്ല, അതും അന്നും ഇന്നും നമ്മൾ ക്രൈം നടത്തിയിട്ടുള്ള പോരാട്ടം അതാണ്. പക്ഷേ ഇപ്പോൾ എൻ്റെ മുന്നിൽ വന്നത് അവസാനം ഞാൻ കഷ്ടപ്പെട്ട് ത്യാഗം ചെയ്ത് ചോര നീരാക്കി ജീവൻ പണയം വെച്ച് ഉണ്ടാക്കി കൊണ്ടുവന്ന കേസ് വെച്ച് BJP-യും പിണറായിയും തമ്മിൽ കച്ചവടം ചെയ്യുന്നു. BJP അങ്ങനെയാണെങ്കിൽ കോടതിയാണ് പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം. കേന്ദ്ര സർക്കാരിന് മുന്നിൽ ഞാനിത് ജസ്റ്റിഫൈ ചെയ്യാനുള്ള എന്റെ ബാധ്യതയല്ല, BJP എന്റെ ബാധ്യതയല്ല. പക്ഷെ ഏതാണെങ്കിലും ഇതിനകത്തുള്ള കോടതിയുടെ പങ്കിനെ കുറിച്ച് പോലും അങ്ങയുടെ വാക്കുകളിൽ നിന്ന് ഞാൻ സംശയം. കോടതിയിൽ കേന്ദ്ര കുറ്റാന്വേഷണ CBI-യുടെ പ്രോസിക്യൂട്ടറാണ്, സോളിസിറ്റർ ജനറൽ ആണ്. അങ്ങനെ 8 കൊല്ലമൊന്നും ഒരു കോടതിയും ഒരു വക്കീലിനെ ആശ്രയിക്കില്ല. അങ്ങനെ ആശ്രയിക്കുന്നുണ്ടെങ്കിൽ എവിടെയൊക്കെയോ തകരാറുണ്ട്, എവിടെയൊക്കെയോ ചെയ്യുന്നുണ്ട്. എനിക്ക് എവിടെ നിന്ന് എനിക്കറിയില്ല. അല്ല, ഞാൻ ഇവിടെയുള്ള നേതാക്കന്മാരെ V മുരളീധരനോട് K സുരേന്ദ്രനോട് ഈ കാര്യം ഉണർത്തിച്ചപ്പോൾ പിന്നെ എന്റെ ഫോൺ എടുക്കാതെ ആൾക്കാരായി. അല്ല, ഞാൻ സുരേന്ദ്രനോ മുരളീധരനോ എനിക്കറിയില്ല അതിനെക്കുറിച്ച്. പക്ഷെ ഏതാണെങ്കിലും ഒന്ന് വ്യക്തമാണ്,
കേരളത്തിലെ ഉദ്യോഗസ്ഥ വൃന്ദവും കേരളത്തിലെ വക്കീലന്മാരടക്കമുള്ള നിരവധി ആളുകൾ അഴിമതിക്കകത്ത് കേരളത്തിൽ ആരഴിമതി നടത്തിയാലും കരുണാകരൻ മികച്ച അഴിമതിക്കാരനായിരുന്നു, അല്ലെങ്കിൽ അതിനുശേഷം വന്നൊരു ഉമ്മൻചാണ്ടിയുടെ കാലത്തുള്ള അഴിമതി പറയാനില്ല. അവരൊക്കെ അഴിമതി നടത്തുന്ന സമയത്ത് അതിൻ്റെ കൂടെ നിന്നുകൊണ്ട് ഒരു അഴിമതിക്കാരനെ ശിക്ഷിക്കാത്ത ഏക സംസ്ഥാനം കേരളമാണ്. അതിൻ്റെ വഴിത്താരയിൽ തന്നെയാണ് പിണറായി വിജയൻ എന്നാണ് എൻ്റെ അനുമാനം. അല്ല, അതിനെ സംരക്ഷിക്കുന്നത് BJP ഗവൺമെന്റ് ആണ് എന്നുള്ളതാണ് ഞാൻ കൊണ്ടുവന്നത്. BJP 10 കൊല്ലമേ ഉള്ളൂ. 10 വർഷത്തെ കാര്യം മാത്രമാണ് ഞാൻ പറഞ്ഞത്. 60 കൊല്ലമായിട്ട് കേരളത്തിൽ സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. 10 വർഷത്തെ കാര്യം മാത്രമാണ് ഞാൻ 60 കൊല്ലത്തിന്റെ തുടർച്ചയായിട്ട് 10 കൊല്ലം വന്നില്ല എനിക്ക് അറിയില്ല. 60 കൊല്ലമായിട്ട് മക്രോണി ഇറക്കുമതി ചെയ്യുകയും അരികുംഭകോണം നടത്തുകയും ചോളം പോലീസ് സ്റ്റേഷനിൽ കൂടി കൊടുക്കുകയും ചെയ്ത ഇന്ത്യയിലെ ഏക സംസ്ഥാനം കേരളമാണ്. ഇതെല്ലാം ഞാൻ നിഷേധിക്കുന്നില്ല. പക്ഷെ 10 വർഷത്ത് എന്റെ നേരിട്ടുള്ള BJPയുമായിട്ടുള്ള അനുഭവമാണ് ഞാൻ നേരിട്ട് പറയുന്നത്. അതിന് തെളിവുകൾ തരാനും ഞാൻ തയ്യാറാണ്. അല്ല, അങ്ങ് തെളിവുകൾ നൽകില്ല എന്നല്ല ഞാൻ പറയുന്നത്. അതുകൊണ്ട് കേരളത്തിൽ നിന്ന് വരുന്ന ഒരു കേസുകളും ഇന്നും നാളെയും ശിക്ഷിക്കപ്പെടില്ല എന്നാണ് എൻ്റെ അനുമാനം. അങ്ങനെ ആവട്ടെ, അങ്ങനെ വിശ്വാസം അങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ വളരെ സന്തോഷം.